ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനൊരു മൂവി സജസ്റ്റ് ചെയ്തതിന്. അപ്പോൾ ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരാളോട് നിങ്ങളുടെ നന്ദി അറിയിച്ചേക്കുക. ഈ കഥ തുടങ്ങുന്നത് ന്യൂയോർക്കിലാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ടോണി എന്ന് പറഞ്ഞ ഒരാള് ലിയോൺ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു ജോലി കൊടുക്കാണ്. അത് വേറെ ഒന്നുമല്ല, ഒരു പ്രധാനപ്പെട്ട തടിയനെ നല്ലതുപോലെ ഒന്ന് ഭീഷണിപ്പെടുത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവന്റെ ആളുകളെ കൊല്ലണം. ഇതാണ് ലിയോൺ എന്ന് പറഞ്ഞ ആ ഒരാൾക്ക് ടോണി കൊടുക്കുന്ന ജോലി. അങ്ങനെ ലിയോൺ എന്ന് പറഞ്ഞ ആ ഒരു വാടക കൊലയാളി താൻ എപ്പോഴും കുടിക്കുന്ന ഒരു ഗ്ലാസ് പാലും കുടിച്ച് അവന് ടാർഗറ്റ് ആയിട്ടുള്ള ആ ഒരാളുടെ ഫോട്ടോയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ഒരാളുണ്ടല്ലോ, അയാളുടെ ആളുകളോടൊപ്പം ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെയുള്ളവരുമായിട്ട് ഡീലെല്ലാം സംസാരിക്കുമ്പോൾ അവിടെ ഒരു പെണ്ണുണ്ട്. ആ ഒരു പെണ്ണിനോട് ഇന്നത്തെ ദിവസം എന്നോടൊപ്പം കിടക്കാൻ കഴിയുമെന്ന് ചോദിച്ച് ഒരുപാട് മയക്കുമരുന്നും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്ത് പിന്നീട് അവൻ നേരത്തെ സംസാരിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുമായിട്ട് ആ ഒരു റൂമിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പോഴാണ് അയാളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. താഴെ നിൽക്കുന്ന സെക്യൂരിറ്റികളിൽ ഒരാളാണ്. അയാളുടെ മുന്നിലെ ലിയോൺ എന്ന് പറഞ്ഞ ആ ഒരു വാടക കൊലയാളി ഒരു തോക്ക് കാണിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി, നിന്റെ ബോസിനെ വിളിച്ചിട്ട് ഞാൻ മുകളിലേക്ക് വരാൻ പോവാണ് എന്ന് പറയുമ്പോൾ അയാൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലുള്ള ആ ഒരു നേതാവ് അവനെ കാണാൻ എങ്ങനെയുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നതും മുകളിലുള്ള ആ ഒരു ബോസ് അയാളുടെ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, സഹായികള്, അവരോട് പറയും സീരിയസ് ആയിട്ടുള്ള ഒരാള് മുകളിലേക്ക് വരുന്നുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി, എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കാൻ പറയുമ്പോൾ അവന്റെ സഹായികളുടെ കയ്യിലെല്ലാം തോക്കുകളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവരും അവിടെയുള്ള CCTV എല്ലാം നോക്കി. അത് കഴിഞ്ഞ് തോക്കുകൾ എടുത്ത ആ ഒരു പടിക്കെട്ടുണ്ടല്ലോ, അതിനടുത്തേക്ക് വന്ന് താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാണ്. കാണിക്കുമ്പോൾ അടുത്തുള്ള ആ ഒരു ലിഫ്റ്റാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഫ്ലോറിലേക്ക് ലിഫ്റ്റ് ഇങ്ങനെ വരുന്നതും ഇവരിങ്ങനെ നോക്കി നിൽക്കാണ്, വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ലിഫ്റ്റ് അവിടെ വന്ന് നിന്ന് അതിന്റെ ഡോർ തുറക്കുമ്പോൾ പെട്ടെന്ന് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ് അതിനകത്ത് മരിച്ചു കിടക്കുന്നത്. അപ്പോഴേക്കും ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ ബാക്കിയുള്ള എല്ലാവരെയും താഴേക്ക് പറഞ്ഞു വിട്ട് ഒരുത്തനോട് പറയും, ശരി ബോസിന് പോകാനായിട്ട് കാർ റെഡിയാക്കി നിർത്താൻ പറയും, ഞങ്ങൾ ഇപ്പോൾ താഴേക്ക് വരാമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു തോക്കും കൊണ്ട് ഈ ലിഫ്റ്റിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അവിടെ ആ ഒരു വാടക കൊലയാളി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അങ്ങനെ ആ ഒരു ലിഫ്റ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു പടിക്കെട്ടിലൂടെ താഴേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അത്രയും ഉയരമുള്ളൊരു ബിൽഡിംഗ് ആണ്. പെട്ടെന്നാണ് ലിയോൺ താഴെ നിന്നും വന്ന് അവനെ പിടിച്ച് താഴേക്കൊരു ഒറ്റയേറ്. താഴെ വീണ അവന്റെ കഥ അപ്പൊ തന്നെ കഴിഞ്ഞു. പിന്നീട് കാണിക്കുമ്പോൾ ഇവന്റെ കൂടെയുള്ള മറ്റൊരുത്തൻ, അവനാണെങ്കിൽ ഈ ഒരു CCTV നോക്കുന്ന സമയത്ത് അതൊന്നും പ്രവർത്തിക്കുന്നില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു മുറിയിലേക്ക് വരുമ്പോൾ ഈ സീലിംഗിൽ നിന്നും ഒരു ചെറിയ ഭാഗം ഇങ്ങനെ മാറ്റിയിട്ട് അതിനുള്ളിൽ നിന്ന് ഒരു കയറെടുത്ത് അവന്റെ കഴുത്തിലേക്കിട്ട് അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അവനെ അവിടെ വെച്ച് കൊല്ലുന്നു. കുറച്ചു കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു നേതാവും ബാക്കിയുള്ളവരും CCTVയിലൂടെ ആ ഒരു കാര്യം കാണുന്നത്, അവനിങ്ങനെ മരിച്ചു കിടക്കുന്നത്. ഇവന്റെ ആ ഒരു മുറിക്ക് വെളിയിലെ ബാൽക്കണിയിൽ ബാക്കിയുള്ളവർ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു ഡോർ മൊത്തം അടഞ്ഞിട്ട് വെളിയിലുള്ളവരെല്ലാം ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. എന്നിട്ട് അവിടെ വീണ ആ ഒരു ഹോള് വഴി ലിയോൺ എന്ന് പറഞ്ഞ ആ ഒരു വാടക കൊലയാളി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ ബോസ് പേടിച്ചിങ്ങനെ നിൽക്കല്ലേ, അയാളുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് ഇവിടേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് നിർത്താതെ ഒരുപാട് നേരം ഷൂട്ട് ചെയ്ത അവസാനം ആ ഒരു ബുള്ളറ്റ് കഴിയുന്നതും രണ്ടാമത്തെ തോക്കെടുക്കാൻ വേണ്ടി വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോവാണ്. പക്ഷെ അവിടെ ആരും മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അങ്ങനെ പേടിച്ച് ഒരു ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കും. എന്നെ കൊല്ലാനായിട്ട് ആരും ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറയുമ്പോൾ ഓക്കെ സാർ, ഞാൻ എന്തായാലും ഞങ്ങളുടെ ഓഫീസറായിട്ട് കണക്ട് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് അവ പേടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ലിയോൺ പുറത്തേക്ക് വന്ന് ഒരു കത്തിയെടുത്ത് അവന്റെ കഴുത്തിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഈ ഒരു കോള് കട്ട് ചെയ്യാൻ പറയുമ്പോൾ ആ ഒരു ഓഫീസർ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഇയാള് ആ ഒരു കോൾ അങ്ങ് കട്ട് ചെയ്ത് ഇപ്പോൾ ലിയോൺ ഒരു നമ്പർ പറഞ്ഞു കൊടുക്കും. ആ ഒരു നമ്പറിലേക്ക് വിളിക്കാൻ പറയും. അതുപോലെ തന്നെ ആ ഒരാളും ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴാണ് ലിയോണെ പറഞ്ഞു വിട്ട ടോണി എന്ന് പറഞ്ഞ ആ ഒരാള് ഇയാളോട് സംസാരിക്കുന്നത്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരരുതെന്ന്, അതുകൊണ്ട് ഇതെന്റെ ഒരു താക്കീതാണ്. ഇനി നിന്നെ ഈ ഒരു പരിസരത്ത് കണ്ടു കഴിഞ്ഞാലേ അത്രേ ഉണ്ടാവൂ. നിനക്ക് മനസ്സിലായോ? അതെ മനസ്സിലായി, ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോൺ ലിയോണിന്റെ കയ്യിൽ കൊടുക്ക് എന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു ഫോൺ ലിയോണിന്റെ കയ്യിൽ കൊടുക്കുന്നതും ഇപ്പോൾ ടോണി എന്ന് പറഞ്ഞ ആ ഒരാൾ ലിയോണിനോട് പറയും, ലിയോൺ അവനെല്ലാം മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, നീ തിരിച്ചു വരാൻ പറയുമ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ലിയോൺ ആ ഒരു ഫോൺ അയാളുടെ കയ്യിൽ കൊടുത്ത് അയാളുടെ കഴുത്തിൽ ആ ഒരു കത്തിയും മാറ്റി അവിടെ നിന്നങ്ങ് പോവാണ്. ഇയാളെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ലിയോൺ എന്ന് പറഞ്ഞ ഈ ഒരു വാടക കൊലയാളി അവനാണ് ഈ കഥയിലെ നായകൻ. ഇത്രയും നേരം നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് അവനൊരു വാടക കൊലയാളിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ലിയോൺ നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക്. അവിടെ ചെന്ന് എല്ലാ ദിവസവും അവൻ ചെയ്യുന്നത് പോലെ തന്നെ 2 പാൽ പാക്കറ്റ് അവൻ എടുക്കും. അതും എടുത്ത് ആ ഒരു കടയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി താൻ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. 18 വയസ്സ് മാത്രം പ്രായമുള്ള മതിൽഡ. അവളാണ് ഈ ഒരു കഥയിലെ നായിക. കുറച്ച് പ്രായം കൂടിയ പക്വതയുള്ള ആളുകള് തന്റെ കുടുംബത്തിലെ ആ ഒരു വിഷമങ്ങളെല്ലാം ആലോചിച്ച് സിഗരറ്റ് എല്ലാം വലിച്ചിരിക്കുമല്ലോ,
അതുപോലെ തന്നെയാണ് ഇപ്പോൾ മതിൽഡയും അവളുടെ കയ്യിലൊരു സിഗരറ്റും ഉണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ സിഗരറ്റ് വലിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം അവളുടെ കുടുംബത്തിലുണ്ട്. ഇപ്പോൾ ലിയോൺ പതിയെ മുകളിലേക്ക് നടന്നു വരുന്ന ആ ഒരു കാര്യം മതിൽഡ കണ്ടിട്ട് അവൾ ആ ഒരു സിഗരറ്റ് എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ മുകളിലേക്ക് നടന്നു വരുന്ന ലിയോണിനെ അവൾ കണ്ട് അവളോടൊരു ഹായ് പറയുന്നുണ്ട്. അപ്പോഴാണ് ലിയോൺ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട്, അല്ല സിഗരറ്റ് എന്തിനാ നീ ഒളിപ്പിച്ചേ? നീ എന്തിനാ സിഗരറ്റ് വലിക്കുന്നേ? എന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് കാരണമാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവൾക്ക് ഇത്രയും പ്രശ്നം എന്നുള്ള രീതിയിൽ ലിയോൺ അവളെ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് അടികൊണ്ട പാടുണ്ട്. അല്ല എന്തു പറ്റി എന്ന് ലിയോൺ ചോദിക്കുമ്പോൾ അവളുടെ സൈക്കിളിൽ നിന്ന് താഴെ വീണെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അത് കേട്ട ലിയോൺ തിരിച്ച് തന്റെ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ മതിൽഡ പറയും, ഹേയ് ദയവേത് എന്റെ അച്ഛനോട് ഈ ഒരു കാര്യം പറയരുത്, ഞാൻ സിഗരറ്റ് വലിച്ചത് എന്ന് പറയുമ്പോൾ ലിയോൺ ഒന്നും മിണ്ടാതെ തന്നെ അവന്റെ റൂമിലേക്ക് നടന്നു പോകും. കുറച്ച് കഴിയുമ്പോഴാണ് മതിൽഡയുടെ റൂമിൽ നിന്നും അവളുടെ അച്ഛൻ, അതേപോലെ തന്നെ നോർമൻ എന്ന് പറഞ്ഞ ഒരാള്, ഈ നോർമൻ അതേപോലെ തന്നെ അയാളുടെ സഹായി, ഇവർ രണ്ടുപേരും അമേരിക്കൻ DEA ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ അതിൽ വർക്ക് ചെയ്യുന്ന പ്രധാന ഓഫീസർമാരാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഡ്രഗുകളെല്ലാം നഗരത്തിലെ ഡ്രഗ് മാഫിയ ഇങ്ങനെയുള്ള ആളുകളെല്ലാം നിയന്ത്രിക്കുന്ന ആളുകൾ. ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ നായികയുടെ അച്ഛന്റെ വീട്ടില് ഇവര് പിടിച്ച ഡ്രഗ് എല്ലാം സൂക്ഷിക്കാനായിട്ട് കൊടുക്കും. വേറെ ഒന്നുമല്ല, അവർ പിടിച്ചെടുക്കുന്ന ഡ്രഗ് ഇവർ തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട്, അവർ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ലീഗലായിട്ട്. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ ഈ ഒരു ഡ്രഗ് എല്ലാം ഒളിപ്പിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റാരും അത് കണ്ടുപിടിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് മതിൽഡയുടെ കുടുംബത്തിൽ തന്നെ അവളുടെ അച്ഛനെ ഈ ഒരു ഡ്രഗ് എല്ലാം ഏൽപ്പിക്കുന്നത്. കൂടാതെ ഇപ്പൊ അവരെല്ലാവരും ഇവിടെ വന്നു നിൽക്കാൻ മറ്റൊരു കാരണമുണ്ട്. അതിലൊരു ഡ്രഗ് മാത്രം കാണാനില്ല. അതിലൊരു ഡ്രഗ് പാക്കറ്റ് മാത്രം മതിൽഡയുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, സോറി, നിങ്ങൾ കൈവശം വെക്കാൻ തന്ന ആ ഒരു കാര്യങ്ങളല്ലാതെ വേറൊന്നും എന്റെ കയ്യിലില്ല, അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നോർമൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ, അവനൊരു ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് മ്യൂസിക്കിനെ കേൾക്കാണ്. അപ്പൊ കൂടെയുള്ള ആ ഒരാള് മതിൽഡയുടെ അച്ഛനോട് പറയുന്നുണ്ട്, അവനിപ്പോ പാട്ട് കേൾക്കുകയാണെങ്കിൽ അത്രയും ശാന്തനാണെന്നാണ് വിചാരിക്കേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല, അതുകൊണ്ട് നീ സത്യം പറയാൻ പറയുമ്പോൾ മതിൽഡയുടെ അച്ഛൻ പറയും, ഇല്ല സത്യയോട് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നതും പാട്ട് കേട്ട് കഴിഞ്ഞ നോർമൻ പതിയെ അവന്റെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ നീ എടുത്തിട്ടില്ലല്ലേ എന്ന് പറഞ്ഞ് അവന്റെ ദേഹം മുഴുവനായിട്ടും മണത്തിങ്ങനെ നോക്കാണ്. അതിന് കാരണം നോർമൻ അത്രയും വലിയൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്. വേറെ ആര് ഡ്രഗ് യൂസ് ചെയ്താലും അവൻ അത് മണത്ത് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഇയാളെ നല്ലതുപോലെ തന്നെ മണത്തിട്ട്, ഇല്ല നീ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മതിൽഡ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. കൂടാതെ റൂമിനകത്ത് നിന്ന് നമ്മുടെ നായകനായിട്ടുള്ള ലിയോണും ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് മതിൽഡയുടെ അച്ഛൻ അവരോടുള്ള ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി മതിൽഡയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് കൈകൊണ്ടൊരു ഒറ്റയടി, ചെറിയ പെൺകുട്ടിയാണെന്ന് പോലും നോക്കുന്നില്ല, എന്നിട്ട് അവളോട് പറയും, പോയി നിന്റെ അമ്മയെ സഹായിക്ക് എന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് പറഞ്ഞു വിടുന്നു. അടികൊണ്ട മതിൽഡയാണെങ്കിലോ പെട്ടെന്ന് തന്നെ കരഞ്ഞുകൊണ്ട് റൂമിനകത്തേക്ക് കയറി പോകുന്നു. ഈ കാര്യവും ലിയോൺ കാണുന്നുണ്ട്. അങ്ങനെ നായകനായിട്ടുള്ള ലിയോണിനെ പറ്റി പറയുവാണെങ്കിൽ അവനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള വാടക കൊലയാളിയാണ്. വേറെ ആരോടും അങ്ങനെ അടുപ്പമോ ഒരു കാമുകി ബന്ധുക്കളോ ഇങ്ങനെ ആരുമില്ല. ഒറ്റയ്ക്കുള്ള ജീവിതം. തന്റെ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, അതല്ലാതെ എപ്പോഴും റൂമിനകത്തായിരിക്കും. കൂടാതെ അവൻ വളർത്തുന്ന ഒരു ചെടിയുണ്ട്, അതെപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടാവും. കൂടാതെ അവൻ ചെയ്യുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, വാടക കൊലയാളിയായിട്ട് മറ്റുള്ളവരെ കൊല്ലുന്ന ആ ഒരു കാര്യത്തെ അവൻ ക്ലീനിങ് എന്നാണ് സ്വയം വിളിക്കുന്നത്. കൂടാതെ അവൻ പാല് വാങ്ങിക്കൊണ്ട് വന്നല്ലോ, ആ ഒരു പാല് ദിവസവും അവൻ കുടിക്കാറുണ്ട്. മദ്യമോ വേറെ ഒരു ലഹരിയും അവൻ ഉപയോഗിക്കത്തില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതേപോലെ തന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വാടക കൊലയാളി. രാത്രിയിൽ ഉറങ്ങുന്നത് വരെ കസേരയിൽ ഇരുന്നിട്ട് ഒരിക്കലും കട്ടിലിൽ കിടക്കാറില്ല. ഇങ്ങനെയാണ് ലിയോണിന്റെ ജീവിതം പോകുന്നത്. അതേസമയം മതിൽഡയുടെ ജീവിതം എന്താണെന്ന് വെച്ചാല്, രാവിലെ തന്നെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന അവളുടെ അച്ഛൻ, അവൾക്കാണെങ്കിൽ ഒരു സഹോദരി, അതേപോലെ തന്നെ അവളുടെ ഇളയ സഹോദരനുണ്ട്. നടുവിലുള്ളതാണ് നമ്മുടെ മതിൽഡ. അവളുടെ അമ്മയാണെങ്കിലോ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. തന്റെ മൂത്ത സഹോദരി ആണെങ്കിലോ വ്യായാമം ചെയ്യാൻ വേണ്ടി TV-യിൽ അതിന്റെ വീഡിയോ എല്ലാം ഇട്ട് അതുപോലെ തന്നെ ചെയ്യാണ്. ഇത് കണ്ടിട്ട് മതിൽഡയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ആ ഒരു TV ചാനൽ മാറ്റി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ചാനലുണ്ട്, ട്രാൻസ്ഫോർമർ ഉണ്ടല്ലോ, ആ ഒരു കാർട്ടൂണാണ് അവൾ കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെ അത് പ്ലേ ചെയ്യുമ്പോൾ അവളുടെ സഹോദരി അവളെ അടിക്കാനായിട്ട് വരുന്നതും മതിൽഡ അവിടെ നിന്ന് ഓടി അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അവളുടെ അച്ഛനും അമ്മയും റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവള് ഡോർ അടയ്ക്കുമ്പോൾ അവളുടെ സഹോദരി ആ ഒരു റിമോട്ട് വെച്ച് അവളുടെ തലയിലേക്ക് 2-3 അടിയടിച്ച് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് വീണ്ടും വന്ന് അവർ വ്യായാമം ചെയ്യാണ്. അപ്പോഴാണ് ഇവിടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. മതിൽഡ വന്ന് ഫോൺ എടുക്കുമ്പോൾ അവളുടെ സ്കൂളിൽ നിന്ന് ടീച്ചറാണ് വിളിക്കുന്നത്. ഇതാരാ, മതിൽഡയുടെ അച്ഛനും അമ്മയാണോ?
ആരാ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ മതിൽഡ പെട്ടെന്ന് സംസാരം മാറ്റി, അതെ ഇത് മതിൽഡയുടെ അമ്മയാണ്, എന്താ കാര്യം? അതെ, നിങ്ങളുടെ മകള് സ്കൂളിൽ നിന്ന് പോയിട്ട് ഇതുവരെയും പഠിക്കാനായിട്ട് വന്നില്ല, അവൾ ഇപ്പോഴും സ്കൂളിൽ വരുന്നില്ല, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മതിൽഡ പറയും, അവൾ ഇനി എന്തായാലും സ്കൂളിലേക്ക് വരുന്നില്ല, കാരണം അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് മതിൽഡ പെട്ടെന്ന് കരയാൻ തുടങ്ങും. കാരണം ഇങ്ങനെയുള്ള ജീവിതത്തിലെ അവൾക്ക് സന്തോഷമായിട്ട് ഒരിക്കലും പഠിക്കാൻ കഴിയത്തില്ല. അതേസമയം ഇവിടെ ലിയോണിനെ കാണിക്കുമ്പോൾ അവൻ്റെ എന്നത്തെ പോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് ബെഡെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അവൻ്റെ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് താൻ വളർത്തുന്ന ആ ഒരു ചെടിയെടുത്ത് ഈ ജനാല തുറന്ന് അതിനരികിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മതിൽഡയുടെ അച്ഛൻ അവളെ വഴക്ക് പറയുന്ന ആ ഒരു ശബ്ദം നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യത്തില്ല. അവിടെ നിന്ന് നടന്ന് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ താഴേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് ലിയോൺ നേരെ പോകുന്നത് ഒരു സിനിമാ തിയേറ്ററിനുള്ളിലേക്ക്. അവിടെ ചെന്ന് അവന് ഇഷ്ടപ്പെട്ട അത്രയും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്, അതവൻ ആസ്വദിച്ചിങ്ങനെ കാണും. അങ്ങനെ ആ ഒരു സിനിമ കഴിഞ്ഞ് നേരെ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വരുമ്പോൾ മതിൽഡ വെളിയിൽ നിൽക്കുന്നു, ആകെ വിഷമിച്ചിട്ട്. അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ മൂക്കിൽ നിന്ന് നല്ലതുപോലെ രക്തം വരുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത് കണ്ട ലിയോൺ അവൾക്കൊരു കർച്ചീഫ് എടുത്ത് ഇങ്ങനെ കൊടുക്കാണ്. അപ്പോൾ മതിൽഡ ഒരു കാര്യം ചോദിക്കും, അല്ല നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ജീവിതം ഇത്രയും കഠിനമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ, ഏകദേശം ഇതുപോലെ തന്നെയാണ്. അങ്ങനെ അത് പറഞ്ഞ് ലിയോൺ അവിടുന്ന് നടന്നു പോകുമ്പോൾ മതിൽഡ പതിയെ ആ ഒരു കമ്പിയിൽ പിടിച്ചിട്ട് എന്തോ അവന് ഇഷ്ടപ്പെട്ടതുപോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ലിയോണിനോട് ചോദിക്കും, ഹേയ് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പാല് വാങ്ങിയിട്ട് വരണോ? എത്രയാ വാങ്ങേണ്ടത്? 2 അല്ലേ? അതേന്ന് പറയുന്നതും ഓക്കെ എന്ന് പറഞ്ഞ് അവൾ നേരെ താഴേക്ക് പോവാണ്. അങ്ങനെ മതിൽഡ താഴേക്ക് പോകുന്നതും ലിയോൺ അവന്റെ റൂമിനകത്തേക്ക് കയറി വന്ന് ഡ്രസ്സെല്ലാം മാറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയാവുന്നു. അപ്പോഴാണ് വെളിയിൽ നിന്നും മതിൽഡയുടെ റൂമിനടുത്തേക്ക് കുറച്ച് പേര് ഇങ്ങനെ നടന്നു വരുന്നത്. അവരുടെ കയ്യിലാണെങ്കിൽ ആയുധങ്ങളുണ്ട്. കൂടാതെ അവരെ ഇവിടെ കൊണ്ടുവന്നത് വേറെ ആരുമല്ല, നോർമൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രഗ് അഡിക്റ്റ്. അവനിപ്പോൾ അകത്തേക്ക് വന്ന് അവൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് എടുത്ത് ഇങ്ങനെ കഴിക്കുന്നതും ഈ ഒരു ഡ്രഗ് കഴിച്ചിറക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ രീതിയെല്ലാം മാറുകയാണ്. അത് കഴിഞ്ഞ് ഇവരോട് പറയും, ശരി നമുക്ക് അകത്തേക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ ആ ഒരു മുറിക്കകത്തേക്ക് കയറി പോകുന്നതും മതിൽഡയുടെ അമ്മ ബാത്ടബിലാണ്, അവളുടെ സഹോദരി ഇപ്പോൾ കിച്ചണിൽ നിൽക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു തോക്കുമായിട്ട് നേരെ അകത്തേക്ക് കയറി വന്ന് മതിൽഡയുടെ കുടുംബത്തെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ ആ ഒരു സഹോദരിയെ കാണുമ്പോൾ അവൻ ആ ഒരു സഹോദരിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ അവൾ ഓടി രക്ഷപ്പെടുന്നതും ഇവൻ അവിടെ നിന്ന് കയറി പോകുന്നത് അവളുടെ അമ്മയുടെ ആ ഒരു മുറിയിലേക്ക്, അതും ബാത്റൂമിലേക്ക്. എന്നിട്ട് അവളുടെ അമ്മയെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് ആ ഒരു സഹോദരിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ പേടിച്ച് ഒരു റൂമിന്റെ മൂലയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കാണ്. ഈ സൈക്കോ വില്ലനാണെങ്കിലോ ഒരു പ്രത്യേകതരം മ്യൂസിക് എല്ലാം കേട്ട് അങ്ങനെ ഡാൻസ് കളിച്ച് ആ റൂമിനകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് അവന്റെ കുടുംബത്തെ കൊല്ലാനുള്ള കാരണം കാണാതെ പോയിട്ടുള്ള ആ ഒരു ഡ്രഗ് ഇയാൾ തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാനാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ കുട്ടി മതിൽഡ ആ ഒരു ഷോപ്പിൽ നിന്നും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാണ്. കൂടാതെ ലിയോണിന് വേണ്ടിയിട്ടുള്ള ആ ഒരു 2 പാക്കറ്റ് പാലും. അപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത്, ഈ വീടിനകത്ത് തന്നെ മതിൽഡയുടെ ആ ഒരു ചെറിയ സഹോദരനുണ്ടല്ലോ, അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് കട്ടിലിനടിയിൽ കിടക്കാണ്. വേറെ ആരും അവനെ കാണുന്നില്ല. അതേ കട്ടിലിന് മുകളിലായിട്ട് മറ്റൊരു വില്ലനുണ്ട്. അയാളാണെങ്കിൽ ആ ഒരു കട്ടിലില് ഈ ഡ്രഗ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അതിന് മുകളിലേക്ക് ഒരു കത്തി എടുത്ത് ഇങ്ങനെ കുത്തുന്നു. ആ ചെറിയ പയ്യന്റെ ദേഹത്തേക്ക് അത് ഒരിക്കലും കൊള്ളുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. മതിൽഡയുടെ അച്ഛൻ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു തോക്ക് ഇവർ കാണാതെ പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് നോർമന്റെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു. കൂടെയുള്ള ഒരാൾ മരിച്ചു പോവും. ഇത് കാണുമ്പോൾ ആ ഒരു ചെറിയ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് ഓടാണ്. പക്ഷെ ഇവരാണെങ്കിലോ പെട്ടെന്ന് ഈ ഒരു ചുമരുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ചെറിയ പയ്യൻ അപ്പുറത്തെ വശത്ത് നിന്നും അവന്റെ ദേഹത്ത് ബുള്ളറ്റ് കൊണ്ട് ആ ഒരു പയ്യനും മരിച്ചവിടെ വീഴുന്നു. പക്ഷെ അത് നമുക്ക് കാണിച്ചു തരുന്നില്ല. അത് കഴിഞ്ഞ് മതിൽഡയുടെ അച്ഛൻ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് ഓടുമ്പോൾ ഈ സൈക്കോ വില്ലൻ അവിടെ തന്നെ ഒളിച്ചു കിടപ്പുണ്ടായിരുന്നു. മതിൽഡയുടെ അച്ഛനെയും അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് താഴെക്കിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യം തീർക്കാൻ വേണ്ടി അയാളുടെ ദേഹത്തേക്ക് ഒരുപാട് തവണ ഷൂട്ട് ചെയ്ത് അവന്റെ ദേഷ്യം തീരുന്നത് വരെ ഷൂട്ട് ചെയ്ത് അയാളെ കൊല്ലും. അതേപോലെ തന്നെ വീടിനകത്തുള്ള ബാക്കി എല്ലാവരും ആ ഒരു ഡ്രഗ് നല്ലതുപോലെ തന്നെ അന്വേഷിച്ച് അവസാനം അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ഇവർ വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലിയോൺ കണ്ടിരുന്നു. പക്ഷെ ഒരിക്കലും അവൻ പ്രതികരിച്ചില്ല. കാരണം ഒരിക്കലും ഇത് അവന്റെ ജോലിയല്ല. അങ്ങനെ ഇവർ ആ ഒരു വീടിനകത്തെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ കുടുംബത്തിൽ എത്ര പേരുണ്ടെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അതിൽ മതിൽഡയെ മാത്രം ഈ ഒരു വീട്ടിൽ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ചെറിയ പെൺകുട്ടി എന്തായാലും കണ്ടുപിടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് ഇവർ ആ ഒരു വീടിനടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ബാക്കിയുള്ളവരോടും പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ആ ഒരു പെൺകുട്ടിയുടെ നമ്മുടെ മതിൽഡയുടെ
ഫോട്ടോ ഇവൻ കാണിച്ചു കൊടുക്കുന്നില്ല. നോർമന് മാത്രമേ ആ ഒരു പെൺകുട്ടി ആരാണെന്ന് അറിയത്തുള്ളൂ. അങ്ങനെ എല്ലാവരും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മതിൽഡ ഷോപ്പിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് കയറി വരും. എന്നിട്ട് അവളുടെ റൂമിനടുത്തേക്ക് നടന്നു വരുമ്പോൾ അവിടെ തോക്കുമായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവളുടെ വീടിന് മുന്നിലൂടെ അവൾ നടന്നു പോകുമ്പോൾ അവളുടെ അച്ഛൻ അവിടെ മരിച്ചിടക്കുന്ന ആ ഒരു കാര്യം അവൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ ആ ഒരു വീട്ടിലെ അംഗമല്ലാത്ത രീതിയിൽ നടന്ന് നേരെ വരുന്നത് ലിയോണിന്റെ ആ ഒരു വീടിനടുത്തേക്ക്. എന്നിട്ട് അവന്റെ വീട്ടിലുള്ള ഒരാളാണ് എന്നുള്ള മട്ടിലാണ് അവൾ നടന്ന് മുന്നിലേക്ക് വന്ന് ലിയോൺ ഇപ്പോൾ ആ ഒരു ചെറിയ ഹോൾ വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ മതിൽഡ പറയുന്നുണ്ട്, പ്ലീസ് എന്നെ എത്രയും പെട്ടെന്ന് പ്ലീസ് എന്നെ അകത്തേക്ക് കയറ്റണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ലിയോണിന് അത് ചെയ്യാൻ കഴിയത്തില്ല. ലിയോണിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അവളുടെ പുറകിലുള്ള ആ ഒരാൾക്ക് അവളെ കണ്ട എന്തോ ഒരു സംശയം. അയാൾ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് പതിയെ നടന്നു വരികയാണ്. മതിൽഡ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ കൊന്നു, ഇനി എന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ലിയോണിനെ ഇപ്പോൾ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ തോക്കെടുത്ത് വെച്ച് പെട്ടെന്ന് ആ ഒരു ഡോർ തുറക്കുന്നത് മതിൽഡ അതിനകത്തേക്ക് കയറി പോകുമ്പോൾ പുറകിൽ വരുന്ന ആ ഒരാൾക്ക് വേറെ സംശയമൊന്നുമില്ല. അയാൾ ഇവളുടെ ചിത്രം കാണാത്തത് കൊണ്ട് ഇവളാണെന്ന് അറിയത്തതുമില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു നോർമൻ എന്ന് പറഞ്ഞ വില്ലൻ ഈ വീടിനകത്ത് നിൽക്കുമ്പോൾ വെളിയിൽ പോലീസ് വരുന്നുണ്ട്. അപ്പൊ കൂടെയുള്ള ആ ഒരാൾ വന്നിട്ട്, ബോസ് താഴെ പോലീസ് വന്നു, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നോർമൻ അടുത്തുള്ളൊരു പയ്യനെ വിളിച്ചിട്ട്, ഓക്കെ നീയാണിത് ചെയ്തതെന്ന് പോലീസിനോട് പറയും. അല്ല എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന് അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ ജോലി മാത്രം ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ലിയോണിന്റെ വീടിനകത്ത് കാണിക്കുമ്പോൾ മതിൽഡ അവിടെ ഇരുന്ന് കരയാണ്. അപ്പോൾ ലിയോൺ ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താ? മതിൽഡ, നിന്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് നിനക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് അറിയാം. അപ്പോൾ മതിൽഡ പറയും, ഒരിക്കലുമില്ല, ഞാനിത് പ്രതീക്ഷിച്ചതാണ്. അവരെല്ലാന്നുണ്ടെങ്കിൽ ഒരു നാൾ ഞാൻ തന്നെ അയാളെ കൊല്ലുമായിരുന്നു. അത്രയും ദേഷ്യം എനിക്ക് അയാളോടുണ്ട്. അപ്പോൾ നിന്റെ അമ്മ, അവരൊരിക്കലും എൻ്റെ അമ്മയല്ല. പിന്നെ എൻ്റെ സഹോദരി, അവളും എൻ്റെ സഹോദരിയല്ല. കാരണം വേറെ ഒന്നുമല്ല, മതിൽഡയുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് അവളുടെ ഇപ്പോഴത്തെ ആ ഒരു അമ്മയും സഹോദരിയും അതിലുണ്ടായ ആ ഒരു കുട്ടിയായിട്ടുള്ള സഹോദരനും. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബം മരിച്ചതിൽ അവൾക്ക് വലിയ വിഷമമില്ല എന്ന് പറയുമ്പോൾ ലിയോൺ ചോദിക്കും, പിന്നെ നീ എന്തിനാ കരയുന്നത്? എൻ്റെ സഹോദരൻ, അവന് വെറും 6 വയസ്സ് മാത്രമേ ഉള്ളൂ. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ആ വീട്ടിൽ എന്നോട് ഇഷ്ടമുള്ളത് അവൻ മാത്രമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വിഷമം. കാരണം അവൻ്റെ ഒരേ ഒരു അമ്മ ഞാൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് മതിൽഡ നല്ലതുപോലെ കരയുന്നുണ്ട്. എന്നിട്ട് മതിൽഡ അവരെ തെറി പറയുമ്പോൾ ലിയോൺ പറയും, ഇല്ലല്ല അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ അടുക്കളയിൽ ഒരു പന്നിയുണ്ട്, ഞാൻ അവനെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. ശരി, ഞാൻ എന്തായാലും നിനക്കത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലിയോൺ മുറിക്കകത്തേക്ക് കയറിപ്പോയിട്ട് ഇപ്പോൾ ആ ഒരു പന്നിയെ വിളിക്കുന്നത് പോലെ ഹേ ഹേ ഇവിടേക്ക് വാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ ഈ പന്നിയുടെ രൂപമുള്ളൊരു ഗ്ലൗസ് എടുത്തിട്ട് അത് വെച്ച് അവളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഇതല്ലാതെ അവന് വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് മതിൽഡ അവൻ്റെ പേര് ചോദിക്കുകയാണ്. അപ്പോൾ ലിയോൺ, എൻ്റെ പേര് ലിയോൺ എന്നാണ് പറയുമ്പോൾ മതിൽഡ പറയും, ഹേയ് സ്വീറ്റ് നെയിം എന്ന് പറയുമ്പോൾ തന്നെ ലിയോൺ പെട്ടെന്ന് അവൻ കുടിച്ച പാലൊക്കെ തുപ്പികളയാണ്. വേറൊന്നുമല്ല, അവൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ അവൻ്റെ പേര് ഇത്ര മനോഹരമാണെന്ന് പറയുന്നത്. അപ്പോൾ ലിയോൺ ചോദിക്കും, അല്ല നിനക്ക് പോകാനായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ, ബന്ധുക്കളോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ലാന്ന് പറയും. അപ്പോൾ ലിയോൺ പറയും, ശരി ഞാൻ പോയിട്ട് കുറച്ച് പാലെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് നടന്നു പോകുമ്പോൾ ആ മേശയിലൊരു ബുള്ളറ്റ് ഇരിക്കുന്നതായിട്ട് മതിൽഡ കാണും. അത് കണ്ട് അവൾ അടുത്തിരിക്കുന്ന ആ ഒരു ബോക്സ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് തോക്കുകൾ കൂടാതെ ലിയോൺ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇതെല്ലാം ഇരിക്കുന്നു. അപ്പൊ ഇത് കണ്ട് അവിടേക്ക് വരുന്ന ലിയോൺ, ഹേയ് അതൊന്നും തുടരുത് എന്ന് പറഞ്ഞ് അത് അടച്ചു വെക്കുമ്പോൾ മതിൽഡ ചോദിക്കും, ലിയോൺ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അപ്പോൾ ലിയോൺ പറയും, ഞാനൊരു ക്ലീനറാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഹിറ്റ്മാനാണോ? അതെ. ഇത് കേൾക്കുന്നത് മതിൽഡ കൊള്ളാം എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ ഉദ്ദേശം എന്താണെന്ന് ലിയോണിന് മനസ്സിലായി. മതിൽഡ ഇപ്പോൾ ലിയോണിനോട് ചോദിക്കും, ലിയോൺ ഒരാളെ കൊല്ലാൻ വേണ്ടി നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? ഒരു തലയ്ക്ക് 5 ഗ്രാൻഡ്. അപ്പോഴാണ് മതിൽഡ പെട്ടെന്നൊരു കാര്യം പറയുന്നത്, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജോലി ചെയ്യാം. അപ്പോൾ നീ ചെയ്യുന്നത് പോലെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നീ പഠിപ്പിച്ചു തന്നാൽ മതി. ഞാൻ നിനക്ക് വേണ്ടി ഷോപ്പിൽ പോവാം, നിന്റെ വീട് വൃത്തിയാക്കാം, തുണികൾ കഴുകാം. ഇത് നല്ലൊരു ഡീലാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഒരിക്കലും അല്ല. ഇത് കേൾക്കുന്ന മതിൽഡ പെട്ടെന്ന് വിഷമിക്കും. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് പോകാനായിട്ട് വേറൊരു ഇടമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ലിയോൺ പറയും, ഇന്ന് നിനക്ക് നല്ലൊരു വിഷമമുള്ള കാര്യമാണ് സംഭവിച്ചത്. അതുകൊണ്ട് നീ എന്തായാലും ഉറങ്ങാൻ പോ, നാളെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ തന്നെ ഒരു റൂം അവൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവൾക്ക് ഒരു ബെഡ്ഷീറ്റ് എല്ലാം കൊടുത്ത് ലിയോൺ അവിടെ നിന്ന് ഉറങ്ങാനായിട്ട് പോവാണ്. അവൻ സാധാരണ ഉറങ്ങുന്നത് എങ്ങനെയാണ്, ഒരു ചെയറിലിരുന്നിട്ടല്ലേ. അങ്ങനെ അവിടേക്ക് ചെന്നിരുന്ന് അവൻ ഉറങ്ങാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് എന്ത് തോന്നിയെന്നറിയത്തില്ല,
അവന്റെ തോക്കെടുത്ത് അതിൽ സ്നൈപ്പർ വെച്ച് ആ തോക്ക് ലോഡ് ചെയ്ത് നേരെ മതിൽഡയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളുടെ തലയിലേക്ക് വെച്ച് അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് വരികയാണ്. എന്താന്ന് വെച്ചാൽ അവനൊരു ഹിറ്റ്മാൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. അവരെ കൊന്നു കളഞ്ഞ് അവന് സുഖമായിട്ട് തന്നെ പോവാം. പക്ഷെ എന്തോ ലിയോണിന് അത് കഴിയുന്നില്ല അവളെ കൊല്ലാനായിട്ട്. അങ്ങനെ അടുത്ത ദിവസം കണ്ണു തുറക്കുന്ന ലിയോൺ അവൻ എന്നത്തെ പോലെ തന്നെ അവന്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് മതിൽഡ എഴുന്നേറ്റ് വരുമ്പോൾ ലിയോൺ അടുത്തേക്ക് വന്നിട്ട് നല്ലതുപോലെ ഉറങ്ങിയോ? അതെ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോ. എവിടേക്ക്? അതെനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൻ നേരെ തോക്കെടുത്ത് ക്ലീൻ ചെയ്യാണ്. അപ്പോഴാണ് മതിൽഡ അവിടെ ഇരിക്കുന്ന ഒരു പേപ്പർ എടുത്ത് ലിയോണിന്റെ മുന്നിലേക്ക് കൊണ്ടിട്ട് ഇത് വായിക്കാൻ പറയുമ്പോൾ ലിയോൺ അത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ അത് കഴിയുന്നില്ല. എന്താന്ന് വെച്ചാൽ ലിയോണിന് വായിക്കാൻ അറിയത്തില്ല. ചെറുതായിട്ട് മാത്രമേ അക്ഷരങ്ങൾ അറിയത്തുള്ളൂ. ലിയോൺ പറയും എനിക്കതിന് സമയമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മതിൽഡ പറയും ശരി, ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. ഞാനും നിന്നെപ്പോലെ ഒരു ക്ലീനർ ആവാൻ പോവാണ്. ഇത് കേൾക്കുന്ന ലിയോൺ പെട്ടെന്ന് ഓ അങ്ങനെയാണല്ലേ, ശരി ഇതാ ഈ തോക്ക് വെച്ചോ, എന്നിട്ട് എന്നെ പോലെ ഒരു ക്ലീനർ ആവും പോ. പക്ഷെ ഇവിടെ വെച്ച് എന്നോടൊപ്പം വേണ്ട, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മതിൽഡ പെട്ടെന്ന് ഇതുപോലെ ഹിറ്റ്മാൻ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അവരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് ഇവരെല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്, അവരെല്ലാവരും നല്ലതുപോലെ തന്നെ അവരുടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട ലിയോൺ പറയും മതിൽഡ നീ എന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞാൻ എന്ത് കാര്യം നിനക്ക് ചെയ്തത്? ഇന്നലെ നിന്റെ ജീവൻ രക്ഷിച്ചതോ? അതാണ് ഇത്ര വലിയ കാര്യം. മതിൽഡ പറയും അതെ, നീ ഇന്നലെ ആ ഒരു ഡോർ തുറന്നതുകൊണ്ടാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്നെ നോക്കാനായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തം അത് നിനക്കാണ്. ഡോർ തുറന്നില്ലായിരുന്നെങ്കിൽ എന്നെ അവർ കൊന്നേനെ. അപ്പോൾ നിനക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ നീ അത് തുറന്നു. അതുകൊണ്ട് ഇനി നീ എന്നെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എന്തായാലും മരിക്കും. അതെനിക്ക് അറിയാൻ കഴിയും. എനിക്ക് ഇന്ന് മരിക്കാനായിട്ട് ഒരിക്കലും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ലിയോൺ പറയും മതിൽഡ നീ ഒരു ചെറിയ പെൺകുട്ടിയാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്നതും മതിൽഡ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ ആ ഒരു തോക്കുണ്ടല്ലോ ആ തോക്കെടുത്ത് ജനാല വഴി പുറത്തേക്ക് 2-3 തവണ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുന്നതും ഇത് കണ്ട ലിയോൺ പെട്ടെന്ന് പേടിച്ചിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഇവരെ രണ്ടുപേരെയും ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും ആ ഒരു വീട്ടിൽ നിന്നും അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ റോഡിലൂടെ സാധനങ്ങളും എടുത്ത് നടന്നിങ്ങനെ വരുമ്പോൾ ഒരിടത്ത് വെച്ചിട്ട് ലിയോൺ മതിൽഡയെ തടഞ്ഞു നിർത്തി. ലിയോൺ പെട്ടെന്ന് മതിൽഡയോട് പറയും മതിൽഡ ഇനി ഒരിക്കലും ഞാൻ പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഒരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിയമങ്ങളുണ്ട്, അത് നല്ലതുപോലെ പാലിക്കണം എന്ന് പറയുമ്പോൾ മതിൽഡ ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടും. അപ്പോൾ ലിയോൺ എല്ലാ സമയവും ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടാതെ. അപ്പോൾ മതിൽഡ ഓക്കെ എന്ന് വീണ്ടും തലയാട്ടി ഇങ്ങനെ പറയുമ്പോൾ ശരി ബാ എന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് ഇവർ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ റിസപ്ഷന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പൊ അച്ഛനും മകളെ പോലെയാണ് സംസാരിക്കുന്നത്. അതുമല്ല റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ലിയോൺ വെച്ചിരിക്കുന്ന ആ ഒരു തോക്കിന്റെ പെട്ടിയുണ്ട്, അത് ഗിത്താർ ബാഗ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു റിസപ്ഷനിസ്റ്റ് പറയും സോറി ഇതൊന്നും ഇവിടെ ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ മതിൽഡ പറയും ഇല്ല ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് 2 ദിവസം കഴിഞ്ഞൊരു ഓഡീഷൻ ഉണ്ട്, അതിനുവേണ്ടി എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അയാൾ പറയും ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുറകിലുള്ളൊരു റൂം തരാം, അതാകുമ്പോൾ അയൽക്കാർക്കാർക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുമ്പോൾ ലിയോണിനാണെങ്കിൽ എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മതിൽഡ പറയും അച്ഛാ ഈ ഫോം ഞാൻ പൂരിപ്പിച്ചോട്ടെ എപ്പോഴും ചെയ്യുന്നത് പോലെ എന്നെല്ലാം പറഞ്ഞ് അവൾ അത് വാങ്ങി മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഇത് കണ്ട ആ ഒരു റിസപ്ഷനിസ്റ്റ് ലിയോണിനോട് പറയുന്നുണ്ട് ഇത്രയും നല്ലൊരു മകളെയാണല്ലോ നിനക്ക് കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലിയോൺ നേരെ മുകളിലേക്ക് വരുമ്പോൾ മതിൽഡ റൂമിലകത്തേക്ക് കയറി എന്നിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ ലിയോൺ അവന്റെ ആ ഒരു വീട് മുഴുവനായിട്ടും അവന് താമസിക്കാനായിട്ട് പറ്റിയതാണോ ഇല്ലയോ എന്ന് അവൻ നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ലിയോൺ നേരെ മതിൽഡയുടെ അടുത്തേക്ക് വന്നിട്ട് അവളിപ്പോൾ അവനോട് പറയും ശരി എനിക്ക് പഠിക്കാനായിട്ട് കുറച്ച് സമയം വേണം, ഞാൻ എന്നെ തന്നെ ഒന്ന് തയ്യാറാകട്ടെ എന്ന് പറയുന്നതും ലിയോൺ പറയും ശരി എനിക്കും കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ലിയോൺ നേരെ പോകുന്നത് അവൻ ഈ ഒരു ജോലിയെല്ലാം കൊടുക്കുന്ന ടോണി എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്കാണ്. അങ്ങനെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നത് വേറെ ഒന്നല്ല, ഒരു ഹിറ്റ്മാൻ ആകുന്നതിന് മുന്നേ അവൻ ഈ ഷൂട്ട് ചെയ്യാനായിട്ട് പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തോക്ക് ടോണിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവരിവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും പ്രോ ആയിട്ടുള്ള നിനക്ക് എന്തിനാ ഈ ഒരു തോക്കെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യം എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലിയോൺ ആ ഒരു തോക്ക് വാങ്ങി നേരെ മതിൽഡയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് മതിൽഡയെ വിളിച്ച് ഇവർ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് കയറി ഈ തോക്കിൽ എങ്ങനെയാണ് സ്നൈപ്പർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഇവർ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളെ ഇവർ വിളിക്കുന്നത് ക്ലയന്റ് എന്നാണ്. നമ്മൾ ക്ലയന്റിനെ ഇനി ലക്ഷ്യം വെക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഒരു തുണിയെല്ലാം വിരിച്ചിട്ട് ഈ ഒരു സ്നൈപ്പർ വെച്ച് രണ്ടുപേരും അവിടെ കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ ആ ഒരു ലെൻസിന്റെ കവറ് മതിൽഡ മാറ്റുമ്പോൾ
ലിയോൺ പറയുന്നുണ്ട്, ഒരിക്കലും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. ദൂരെയുള്ള മറ്റൊരാൾക്ക് ഇതിന്റെ റിഫ്ലക്ഷൻ അടിച്ച് നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അതാവാതിരിക്കാൻ വേണ്ടി എപ്പോഴും തറയിലൊരു തുണി വിരിച്ചേക്കുക, എന്നിട്ട് വേണം അത് തുറക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞ് മതിൽഡയോട് താഴേക്ക് നോക്കാൻ പറയുമ്പോൾ അവിടെ വലിയൊരു പാർക്കുണ്ട്. അവിടെയാണെങ്കിൽ ഒരു VIP ഇപ്പോൾ ഓടാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ മതിൽഡ ആ ഒരു പാർക്ക് മുഴുവനായിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് ലിയോണും അവിടേക്ക് നോക്കിയിട്ട് മതിൽഡ ഇപ്പൊ ചോദിക്കും, ഇപ്പൊ ആരെയാ ഞാൻ ഷൂട്ട് ചെയ്യണ്ടേ? ആ ഓറഞ്ചും മഞ്ഞയും ഡ്രസ് ഇട്ടേക്കുന്ന അയാളെ ഞാൻ ടാർഗറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലിയോൺ പറയും, അതെ, അവനെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറയും. എന്നിട്ട് ശ്രദ്ധ എങ്ങനെ മാറാതെ നോക്കണം, ഒരിക്കലും അവരിൽ നിന്നുള്ള ആ ഒരു ഫോക്കസ് വിടരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറയുന്നതും മതിൽഡ പെട്ടെന്ന് അയാൾ ഷൂട്ട് ചെയ്യുന്നു. കാണിക്കുമ്പോൾ അയാളുടെ ദേഹത്ത് എന്തോ ചുവന്ന കാര്യമൊന്ന് കൊള്ളുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇതൊരിക്കലും യഥാർത്ഥ ഒരു തോക്കല്ല, ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു തോക്കാണ്. കാണുന്ന നമ്മൾ വിചാരിക്കും അയാളെ എന്തായാലും ഷൂട്ട് ചെയ്ത് കൊന്നുവെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും പെട്ടെന്ന് അവിടെ നിന്ന് തോക്ക് കൊടുത്ത് നേരെ താഴേക്ക് പോകുന്നു. പിന്നീടുള്ള ഓരോ ദിവസവും മതിൽഡയ്ക്ക് ലിയോൺ ഈ ഒരു കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിലെ ലിയോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ജോലികളും അവളാണ് ചെയ്യുന്നത്. തുണി കഴുകുക, ഫുഡ് ഉണ്ടാക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ നിർത്താതെ അവൾക്ക് ആ ഒരു പ്രാക്ടീസും ചെയ്യിപ്പിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ദിവസവും അവളെ കൊണ്ട് പാല് കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോവാണ്. അങ്ങനെയാണ് ഒരു ദിവസം നമ്മുടെ മതിൽഡ, ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് നമുക്കൊരു ഗെയിം കളിച്ചാലോ? ലിയോൺ ചോദിക്കും, എന്ത് തരം ഗെയിം? ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവള് നേരെ മുറിയിലേക്ക് പോയിട്ട് ഒരു ഡ്രസ്സെല്ലാം ഇട്ട് നമ്മുടെ ഈ ഒരു ഡബ് സ്മാഷ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിന്റെ വേഷമെല്ലാം ധരിച്ചിട്ട് അതാരാണെന്ന് പറയണം. അതാണ് ഗെയിം. പക്ഷെ നമ്മുടെ ലിയോൺ എല്ലാം തെറ്റിക്കും. അവൾ ഏത് വസ്ത്രം ധരിച്ച് എന്ത് കാണിച്ചാലും അവനൊന്നും കറക്റ്റായിട്ട് പറയത്തില്ല. അത് കഴിഞ്ഞ് ലിയോൺ പറയും, ശരി, ഇനി എന്റെ കൂടാണെന്ന് പറഞ്ഞ് അവനും ഇതുപോലെ തന്നെ ഓരോ ആക്ടറുകളെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം നമ്മുടെ മതിൽഡ കറക്റ്റായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മതിൽഡ ലിയോണിന്റെ കൂടെ കൊണ്ടുനടക്കുന്ന ആ ഒരു ചെടിയെ പറ്റി ചോദിക്കുന്നത്. അപ്പോഴാണ് ലിയോൺ പറയുന്നത്, ഇതെന്റെ നല്ലൊരു സുഹൃത്താണ്, എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് ഞാൻ അവനെ കൊണ്ടു നടക്കുന്നത്. കാരണം എന്നോട് തിരിച്ച് ഒരു ചോദ്യങ്ങളുമില്ല, ഞാൻ പറയുന്നത് മാത്രം കേട്ട് നല്ലൊരു സുഹൃത്ത്. അപ്പോൾ മതിൽഡ പറയും, അവനൊരു നല്ല സുഹൃത്താണെങ്കിൽ അവനെ നീ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. ഒരു വലിയ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അവനെ അവിടെ നട്ടു കഴിഞ്ഞാൽ അവന്റെ വേരുകൾ പലയിടങ്ങളിലേക്ക് പോവും എന്ന് പറയുമ്പോൾ ലിയോൺ പറയും, അത് നല്ല കാര്യമാണ്, ഉടനെ തന്നെ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ മതിൽഡ അവനെ കളിയാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവന്റെ ദേഹത്തെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അവനാണെങ്കിൽ പുറകെ ചെന്നിട്ട് അവളുടെ ദേഹത്ത് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ലിയോൺ മതിൽഡയും കൂട്ടി നേരെ ടോണിയുടെ അടുത്തേക്കാണ് വരുന്നത്. ഇപ്പൊ ടോണിയെ കണ്ട ലിയോൺ അവനോട് ചോദിക്കുന്ന കാര്യം വേറൊന്നുമല്ല, ലിയോൺ ചെയ്യുന്ന ജോലിക്കുള്ള പൈസയെല്ലാം ലിയോണിന് എപ്പോഴും അവൻ കൊടുക്കാറില്ല, അതെല്ലാം ടോണിയുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ ആ ഒരു പണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ലിയോൺ വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ടോണിക്ക് എന്തെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും കാലം പണത്തിന് ഒരാവശ്യം അവനില്ലായിരുന്നു. ചോദിക്കുമ്പോൾ എല്ലാം അവൻ ആവശ്യത്തിന് പണം കൊടുക്കും, അതല്ലാതെ ഇങ്ങനെ പ്രത്യേകം വന്ന് ചോദിച്ചു വാങ്ങുന്നൊരു ശീലം ലിയോണിനില്ല. ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പണം ടോണിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങും. അപ്പോൾ ടോണി പറയും, ഓക്കെ, ഞാൻ മൊത്തമായിട്ട് തരുന്നില്ല, നിന്റെ പണം എന്തായാലും എൻ്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്, നീ എപ്പോ വന്ന് ചോദിച്ചാലും ആ ഒരു പണം നിനക്കുള്ളതാണ് എന്ന് പറയുന്നതും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ മതിൽഡ വേറെ ഏതോ ഒരു പയ്യനോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഇത് കണ്ട ലിയോൺ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് മതിൽഡയെ മാറ്റി നിർത്തിയിട്ട്, അല്ല, ഈ ഒരു പയ്യനോട് നീ എന്താ സംസാരിക്കുന്നേ, അതുപോലെ നീ എന്തിനാ സിഗരറ്റ് വലിക്കുന്നേ ചോദിക്കുമ്പോൾ അപ്പോൾ അവള് പറയും, ഇല്ല, ഞാൻ അവനോട് സിഗരറ്റ് ചോദിച്ചതാണ്. ഇല്ല, ഇത്തരം പയ്യന്മാരുമായിട്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ നീ സിഗരറ്റും വലിക്കരുത്, നമ്മളൊരു ക്ലീനർ ആവണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ മതിൽഡ പറയും, ശരി, ഞാൻ എന്തായാലും വലിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവന് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് ലിയോൺ അകത്തേക്ക് പോയിട്ട് ഇപ്പോൾ കാണിക്കുമ്പോൾ മതിൽഡ വീട്ടിലേക്ക് വന്ന ആ ഒരു കട്ടിലിൽ കിടന്നിട്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, ലിയോൺ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തോന്നുന്നു എന്ന് പറയുന്നതും മതിൽഡയുടെ ആ ഒരു പ്രായം അതാണല്ലോ, അതൊരു ചെറിയ പെൺകുട്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ലിയോൺ ചോദിക്കും, അല്ല, നിനക്കത് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ദേ എൻ്റെ വയറിൽ എനിക്ക് നല്ലതുപോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് സാധാരണ ഒരു വയറുവേദനയായിരിക്കും എന്ന് പറഞ്ഞ് ലിയോൺ പറയും, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. ഇത്രയും നാളും അവനോടൊപ്പം ആരും ഇല്ലായിരുന്നു. പക്ഷേ മതിൽഡ വന്നതിന് ശേഷം അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ. അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാതെ ലിയോൺ ഇപ്പോൾ അവന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ നേരെ ജോലിക്ക് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ മതിൽഡ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ താഴേക്ക് വന്ന് അവിടെയുള്ള ആ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, അയാളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല മതിൽഡ, നിങ്ങളുടെ റൂമിൽ നിന്നും ഗിത്താർ വായിക്കുന്ന ആ ഒരു ശബ്ദം ഒന്നും കേട്ടില്ലല്ലോ, നിങ്ങൾ നല്ലതുപോലെ തന്നെ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അല്ല, കൂടെയുള്ള നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അധികമാണ് സംവിധാനം ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അയാൾ ഒരിക്കലും എൻ്റെ അച്ഛനല്ല,
അവൻ്റെ പേര് ലിയോൺ എന്നാണ്, ഞാൻ അവനെ സ്നേഹിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് മതിൽഡ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ഇത്രയും വലിയൊരാളെ സ്നേഹിക്കുന്നുള്ള കാര്യം എന്തായാലും മറ്റുള്ളവർക്ക് അത് തെറ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മതിൽഡ നേരെ പോകുന്നത് അവളുടെ പഴയ അപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ 2 പോലീസുകാർ അവളുടെ വീടിന് വെളിയിലായിട്ട് കാവൽ നിൽപ്പുണ്ട്. അങ്ങനെ പതിയെ ഓരോന്ന് സംസാരിച്ച് അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ടാ പോകുന്നേ? എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ആ ഒരു ഗ്യാപ്പില് മതിൽഡ പതിയെ അവളുടെ ആ ഒരു റൂമിനകത്തേക്ക് കയറും. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ നടന്നു നോക്കാണ്. ഓരോ മുറിയും കാണുമ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ട്. എന്നിട്ട് അവളുടെ സഹോദരൻ യൂസ് ചെയ്തിരുന്ന ഒരു പാവ, കൂടാതെ അവളുടെ സഹോദരൻ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലം, അതെല്ലാം കണ്ട് മതിൽഡ നല്ലതുപോലെ വിഷമിക്കുന്നു. പിന്നീട് അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ ഒരു വീട്ടിൽ തന്നെ അവൾ ഒളിപ്പിച്ചു വെച്ച കുറച്ച് പണമുണ്ട്. അത് അവളല്ല ഒളിപ്പിച്ചു വെച്ചത്, അവളുടെ അച്ഛൻ ഒളിപ്പിച്ചു വെച്ച പണമാണ്. ആ ഒരു പണം മതിൽഡ അവിടെ നിന്ന് എടുക്കും. എന്നിട്ട് അത് പൊതിഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ ആരൊക്കെയോ അകത്തേക്ക് വരുന്നത് പോലെ പെട്ടെന്ന് മതിൽഡ അവിടെ ഒളിച്ചിരിക്കുന്നതും നോർമൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈക്കോ വില്ലൻ ഉണ്ടല്ലോ, അവനെ കൂട്ടി പോലീസ് ഇതിനകത്തേക്ക് ചോദ്യം ചെയ്യാൻ വന്നേക്കാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട മതിൽഡയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. അതുമല്ല അവനൊരു DEA ഓഫീസറാണല്ലോ, അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ എൻ്റെ ഓഫീസിൽ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞ് അവൻ്റെ ഓഫീസിലെ റൂം നമ്പർ വരെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഈ കാര്യം മതിൽഡയും കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോർമൻ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ മതിൽഡയും അവൻ്റെ പുറകെ തന്നെ പോവാണ്. അപ്പൊ അവൻ അവൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുന്നത് മറ്റൊരു ടാക്സി വിളിച്ച് മതിൽഡ അതിനകത്തേക്ക് കയറി എന്നിട്ട് ആ ഒരു നീല വണ്ടിയെ ഫോളോ ചെയ്യാൻ പറയുമ്പോൾ ആ ഡ്രൈവർ, ഏയ് നിനക്ക് എവിടേക്കാ പോകണ്ടേ കറക്റ്റായിട്ട് പറയാൻ പറയുമ്പോൾ അവളൊരു $100 എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ദേ ബാലൻസ് ഒന്നും വേണ്ട, ഇത് വെച്ചിട്ട് മര്യാദയ്ക്ക് അയാളുടെ പുറകെ പോകുന്നു പറഞ്ഞ് നോർമന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം മതിൽഡ ഇപ്പോൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് അവൾ നേരെ വീട്ടിലേക്ക് വന്ന് ആ ഒരു വിഷമത്തിൽ നിന്ന് ഫുഡെല്ലാം ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോഴാണ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന ലിയോൺ. അവൻ്റെ കയ്യിലാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കൈ നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പം അകത്തേക്ക് വന്ന ലിയോൺ മതിൽഡയ്ക്ക് ഒരു കവർ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയൊരു സമ്മാനമാണ്, തുറന്നു നോക്കാൻ പറയുമ്പോൾ മതിൽഡ തുറന്നു നോക്കത്തില്ല. അങ്ങനെ അവനതെടുത്ത് കാണിക്കുമ്പോൾ അതൊരു ഡ്രസ്സാണ്. ഇതിടാൻ പറയുമ്പോൾ മതിൽഡ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോഴാണ് റൂമിന് വെളിയിൽ ഒരാൾ വന്ന് തട്ടുന്നു. വേറെ ആരുമല്ല, ഒരു റിസപ്ഷനിസ്റ്റ്. ഇവരെ രണ്ടുപേരെ ഇവിടെ താമസിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത്. കാരണം വേറെ ഒന്നുമല്ല, മതിൽഡ നേരത്തെ അയാളോട് പറഞ്ഞത് അങ്ങനെയാണല്ലോ. അങ്ങനെ ഇവിടെ നിന്നും രണ്ടുപേരെയും പറഞ്ഞു വിടുന്നു. പെട്ടിയും ബാഗുമായിട്ട് വീണ്ടും ഇവർ നടന്ന് ഇപ്പോൾ പുതിയൊരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നു. അങ്ങനെ അവിടെ വന്നിട്ട് അവരുടെ റൂമിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മതിൽഡ നോർമൻ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോ വില്ലൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ ബിൽഡിംഗ് നമ്പരും ബാക്കി കാര്യങ്ങളെല്ലാം ലിയോണിനോട് പറഞ്ഞു കൊടുത്തിട്ട്, നിനക്ക് അവനെ കൊല്ലാൻ കഴിയോ, പണം ഞാൻ തരാന്ന് പറയുമ്പോൾ ലിയോൺ പറയുമില്ല, ആ ഒരു ജോലി ഞാൻ എടുക്കില്ല. എന്തു പറ്റി? അതിത്തിരി കഠിനമാണ്. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെ തോക്ക് എനിക്ക് വാടകയ്ക്ക് തരാൻ കഴിയും. ലിയോൺ പറയും, തരാൻ കഴിയത്തില്ല, സോറി, എന്റെ തോക്ക് ഞാൻ ആർക്കും വാടകയ്ക്ക് കൊടുക്കാറില്ല. പക്ഷെ നിന്റെ തോക്ക് ദേ നിന്റെ കയ്യിൽ തന്നെയുണ്ട്. അന്നത്തെ പോലെ ഒരിക്കലും ജനാലയുടെ വെളിയിലേക്ക് ഷൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മതിൽഡ ചോദിക്കുന്നുണ്ട്, അല്ല എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നേ? എന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം നീ സഹായിക്കാതെ? നീ മറ്റുള്ളവരെ നല്ലതുപോലെ കൊല്ലുന്നുണ്ട്, പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ ലിയോൺ പറയും, പ്രതികാരം ഒരിക്കലും നല്ലൊരു കാര്യമല്ല. മറ്റൊരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പിറകെ പോകാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നീ അത് മറക്കണമെന്ന് പറയുമ്പോൾ മതിൽഡയ്ക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയത്തില്ല. എന്റെ കുടുംബത്തെ കൊന്ന അവരെ ഞാൻ എന്തായാലും വെറുതെ വിടത്തില്ല. ശരി, നമുക്കൊരു പുതിയ ഗെയിം കളിക്കാം എന്ന് പറഞ്ഞിട്ട് മതിൽഡ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു തോക്കുണ്ടല്ലോ, അതിലെ ഒരു 3 ബുള്ളറ്റ് മാത്രം ലോഡ് ചെയ്യും. എന്നിട്ട് അവൾ പറയുന്നത് എന്താണെന്നറിയോ? ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഈ തോക്ക് ഫയർ ആയി കഴിഞ്ഞാൽ ഞാൻ മരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നീ എന്നെ സഹായിക്കണം, അല്ല നിനക്ക് എന്നെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു തോക്കെടുത്ത് തലയിലേക്ക് വെക്കും. അപ്പോൾ ലിയോൺ ആദ്യം വിചാരിക്കുക അവൾ തമാശയ്ക്ക് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുമ്പോൾ മതിൽഡ അത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് തലയിലേക്ക് തോക്ക് വെച്ച് അത് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനു മുന്നേ തന്നെ ലിയോൺ പിടിച്ച് മാറ്റുന്നുണ്ട്. ആ തോക്ക് എന്തായാലും ഫയറായി. അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാനായിട്ട് ലിയോൺ തയ്യാറാവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ലിയോൺ മതിൽഡയെ കൂട്ടി നേരെ ടോണിയുടെ മുന്നിലേക്ക് ചെല്ലും. എന്നിട്ടാണ് അവൻ പറയുന്നത്, ദേ എന്റെ കയ്യിൽ ബുള്ളറ്റ് കൊണ്ടു, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു സഹായി വേണം. ആ സഹായി വേറെ ആരുമല്ല, ഇവളാണെന്ന് പറയുമ്പോൾ ടോണി പറയും, ഹേയ് നീ എന്താ തമാശ കളിക്കുകയാണോ? ഒരു ചെറിയ പെൺകുട്ടി വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോന്നേ? അല്ല അവൾക്ക് 18 വയസ്സുണ്ട്, എന്നാലും ഇതെങ്ങനെ? അതൊന്നും കുഴപ്പമില്ല, അവൾ എന്തായാലും എനിക്ക് സഹായത്തിനായിട്ടുണ്ടെന്ന് പറഞ്ഞ് മതിൽഡയെ ലിയോണിന്റെ സഹായിയായിട്ട് കൂട്ടും. അത് കഴിഞ്ഞ് ടോണി കൊടുക്കുന്ന ആദ്യത്തെ വർക്കില് മതിൽഡയും ലിയോണും ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റിന് മുകളിലേക്ക് കയറി ചെന്നിട്ട് അവിടെ ഒരു ഡോറിന് മുന്നിലേക്ക് ചെന്ന് ഈ ഡോറിനുള്ളിലൊരു ഹോളുണ്ടല്ലോ, അതിലൊരു ചൂയിങ്കം വെച്ച് അടയ്ക്കും. കാരണം ഉള്ളിൽ നിന്നും വെളിയിലുള്ള കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലിയോൺ മതിൽഡയോട് പറയും, ശരി
നമ്മൾ എപ്പോഴും ഇതുപോലെ ചെയ്തിട്ട് ഡോറിന് മറ്റൊരു വശത്തായിട്ട് മാറി നിൽക്കണം. അത് കഴിഞ്ഞ് വേണം അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് മതിൽഡ ഇപ്പോൾ ശബ്ദം മാറ്റി അയാളെ വിളിക്കുമ്പോൾ അയാൾ ചോദിക്കും ഇതാരാന്ന് ചോദിക്കുമ്പോൾ മതിൽഡ പറയും ഹായ്, എന്റെ പേര് സൂസൻ എന്നാണ്. ഇവിടെ വെളിയിൽ നല്ല ഇരുട്ടുണ്ട്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഒന്ന് ഡോർ തുറക്കാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പതിയെ ഡോർ തുറക്കും. ഇപ്പോൾ ഈ ഒരു ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഡോർ തുറക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ ലോക്ക് ഉണ്ടാവും. അത് തുറക്കാതെ പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് കയറാൻ കഴിയത്തില്ല. അങ്ങനെ അയാൾ ആ ഒരു ഡോർ തുറക്കുന്നതും ഈ ലോക്ക് ലിയോൺ പെട്ടെന്ന് ഒരു കട്ടർ ഉപയോഗിച്ച് അങ്ങ് കട്ട് ചെയ്ത് അകത്തേക്ക് ചെന്നിട്ട് അവനെ പിടിച്ച് നേരെ അകത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ വായിലേക്ക് തോക്ക് വെച്ചിട്ട് ശരി വാ അകത്തേക്ക് വാ, ഒന്നും മിണ്ടരുത്, മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അകത്തേക്ക് വരുന്നതും മതിൽഡയും പുറകെ തന്നെയുണ്ട്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന് അവനെ റൂമിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. ഇപ്പോൾ മതിൽഡയുടെ കയ്യിൽ ആ ഒരു തോക്ക് കൊടുത്തിട്ട് അവനെ ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പോൾ മതിൽഡ അവനെ ഷൂട്ട് ചെയ്യുന്നതും അവൻ മരിക്കത്തില്ല, കാരണം വേറെ ഒന്നുമല്ല, അത് യഥാർത്ഥ തോക്കല്ലായിരുന്നു. അപ്പോൾ അവള് 2 തവണ ഷൂട്ട് ചെയ്യുമ്പോൾ അത് കൊള്ളുന്നത് അവന്റെ വയറിലാണ്. അപ്പോഴാണ് ലിയോൺ പറയുന്നത് മതിൽഡ അങ്ങനെയല്ല, അവന് നെഞ്ചിലതേ ഈ ഒരു ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ അവനാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്, എന്താണെന്ന് പോലും അറിയാതെ. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം മതിൽഡയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഇവർ പോകാനായിട്ട് വരുമ്പോൾ ലിയോൺ അവനെ ശരിക്കും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇവനൊരു ഡ്രഗ് ഡീലറാണ്. അതുകൊണ്ടാണ് ഇവനെ കൊല്ലാൻ വേണ്ടി ഇവർ രണ്ടുപേരും അകത്തേക്ക് വന്നത്. എന്നിട്ട് അവൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രഗും കാര്യങ്ങളെല്ലാം മതിൽഡ അവിടെ വെച്ച് കത്തിച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ജോലി രണ്ടുപേരും പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ ഒരു വലിയ ഹോട്ടലിലേക്ക് വന്നിരുന്ന് രണ്ടുപേരും ഫുഡെല്ലാം കഴിച്ച് മദ്യമെല്ലാം വാങ്ങിനെ കഴിക്കുന്നുണ്ട്. മതിൽഡ ആണെങ്കിലും അതെല്ലാം കഴിച്ചിട്ട് അവനെ കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരികയാണ്. വേറെ ഒന്നല്ല, അവളുടെ കാമുകനായിട്ടാണല്ലോ കണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ലിയോൺ അങ്ങനെയല്ല കാണുന്നത്. അവളൊരു ചെറിയ പെൺകുട്ടിയാണ്, അങ്ങനെ പറയുന്നത് അവൻ വലിയ കാര്യമാക്കുന്നില്ല. എന്നിട്ടാണെങ്കിലോ മതിൽഡ ഈ വൈൻ നല്ലതുപോലെ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഒരുപാട് പേരെ പോയി കൊല്ലുന്നുണ്ട്. മതിൽഡ വെളിയിൽ നിന്ന് ശബ്ദം മാറ്റി സംസാരിക്കും. അതുമല്ല മതിൽഡയാണ് ആദ്യം വന്നിട്ട് ആ ഒരു ഡോറിലെ ചൂയിങ്ക ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് ലിയോൺ ആ ഒരു ലോക്ക് പൊട്ടിച്ച് അകത്തേക്കായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊന്ന് ഇപ്പൊ അവസാനം ഒരാളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ചൂയിങ്കം ഡോറിലൊട്ടിയും. അത് കഴിഞ്ഞ് ഡോർ ബെല്ലടിക്കാൻ വരുമ്പോൾ ഡോർ ബെല്ലില്ല. അപ്പോൾ മതിൽഡ ശബ്ദം മാറ്റി അയാളോട് സംസാരിക്കുന്നുണ്ട്. അയാളാണെങ്കിലോ ഞാൻ ഇപ്പൊ തുറക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്ന ശബ്ദം കേൾക്കുന്നു. ഇത് കണ്ട ലിയോൺ മതിൽഡയെ പെട്ടെന്ന് പിടിച്ച് പുറയിലേക്ക് ഇങ്ങനെ മാറ്റുന്നതും എന്താന്ന് വെച്ചാൽ അയാൾ അകത്ത് നിന്ന് ഷൂട്ട് ചെയ്യാണ് വെളിയിലേക്ക്. മതിൽഡ ആണെങ്കിലോ നല്ലതുപോലെ പേടിച്ചുപോയി. അത് കഴിഞ്ഞ് അവൻ വീണ്ടും നല്ലതുപോലെ ഷൂട്ട് ചെയ്യുന്നതും ലിയോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ കയ്യിൽ ഒരു ബോംബുണ്ട്, അതെടുത്ത് ഇങ്ങനെ പിടിച്ചേക്കും. അപ്പൊ അകത്ത് നിന്ന് അവൻ പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ അകത്തേക്ക് വാ, നിന്നെയല്ല ഇന്ന് ഞാൻ കൊല്ലുമെന്ന് പറയുന്നതും ഇവൻ ആ ഒരു ബോംബ് എടുത്ത് അകത്തേക്കിട്ട് ആ ഒരു റൂം അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ അയാൾ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലിയോൺ നേരെ ടോണിയെ കാണാനായിട്ട് വരും. അങ്ങനെ ടോണിയുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ടോണി ചോദിക്കുന്നുണ്ട് എന്താ ലിയോൺ പെട്ടെന്ന്, അല്ല എന്തോ ഒരു കാര്യം നിനക്ക് പറയാനുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ ലിയോൺ അടുത്തേക്ക് വന്നിരുന്നിട്ടാണ് അവനോട് പറയുന്നത് ടോണി, എന്റെ പണമെല്ലാം നിന്റെ കയ്യിലുണ്ട്, അതൊരിക്കലും ഞാൻ അധികമായിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ആ പണം മതിൽഡ എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെയുള്ള ആ ഒരു പെൺകുട്ടിക്ക് നീ കൊടുക്കണം. ഇതിൽ വേറെ ഒന്നും സംസാരിക്കാനില്ല. എന്റെ പണം നീ എന്തായാലും അവൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ടോണി പറയും ഓക്കെ, ഞാനത് എന്തായാലും അവൾക്ക് കൊടുക്കാം, പക്ഷെ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം നീ ഒരു പ്രോയാണ് എന്ന് ടോണി പറയുമ്പോൾ ലിയോൺ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് ലിയോൺ നേരെ വീട്ടിലേക്ക് വന്ന് മതിൽഡയോട് പറയും മതിൽഡ, നീ ഇനിയും നല്ലതുപോലെ വളരാനുണ്ട്, അതുകൊണ്ട് ഇപ്പോഴേ ഓരോ കാര്യങ്ങളെടുത്ത് ചെയ്യരുത്. അപ്പോൾ മതിൽഡ പറയും ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ പ്രായപൂർത്തിയായി എന്ന് പറയുമ്പോൾ അതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരിക്കലും വളർന്നിട്ടില്ല, അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കെന്ന് പറഞ്ഞ് ലിയോൺ തന്റെ പെട്ടിയെടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്, കാരണം മറ്റൊരു ജോലി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ലിയോൺ പോയിട്ട് ഒരുപാട് നേരമായി. ഇവിടെ മതിൽഡയാണെങ്കിലോ അവളുടെ മുറിയിൽ ഇരുന്നിട്ട് ഒരുപാട് നേരം അങ്ങനെ തന്നെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ വെളിയിലേക്ക് വരും. അത് കഴിഞ്ഞ് നേരെ അവൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. എവിടെയാന്നല്ലേ, വേറെ എവിടെയോ അല്ല, നോർമൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈക്കോയുടെ അടുത്തേക്ക്. അങ്ങനെ അവൾ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നോർമൻ അകത്തേക്ക് കയറി പോകുന്നു. ഇത് കാണുന്നതും മതിൽഡ കുറച്ച് ഫുഡ് ഇങ്ങനെ വാങ്ങിയിട്ട് അതും കൊണ്ട് അവന്റെ പുറകെ തന്നെ പോവാണ്. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റികളെ കഴിഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. നോർമൻ അകത്തേക്ക് നടന്നു പോകുമ്പോൾ മതിൽഡ പുറകെ ചെല്ലുന്നതും ആ ഒരു സെക്യൂരിറ്റി ചോദിക്കും അല്ല നീ എവിടേക്കാ പോകുന്നേ, ഈ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. എന്നിട്ട് നോർമന്റെ റൂമിന്റെ ആ ഒരു നമ്പർ പറയുന്നതും അവരത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഇത് ഫുഡ് തന്നെയാണെന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് പറഞ്ഞു വിടും. അങ്ങനെ മതിൽഡ നേരെ നടന്നു പോകുന്നത് നോർമൻ പോകുന്ന ആ ഒരു ബാത്റൂമിനകത്തേക്ക്. അവൾ ആ ഒരു ബാഗ് കൊണ്ട് അകത്തേക്ക് ചെല്ലുന്നതും അവിടെ ആരെയും കാണുന്നില്ല. ആ ഒരു സൈക്കോ വില്ലൻ ഡോറിനടുത്തേ തന്നെ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. കാരണം ഇവന് മുന്നേ തന്നെ ആ ഒരു സെക്യൂരിറ്റികള് നിർദ്ദേശം കൊടുത്ത് ഇതുപോലെ ഒരു പെൺകുട്ടി നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ നോർമൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നിട്ട്
നിന്റെ കയ്യിലുള്ള സാധനം ആദ്യം താഴെ വയ്ക്കി. ഇത് കേട്ട മതിലിന്റെ പേടിച്ച് അത് താഴേക്ക് വയ്ക്കും. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. എനിക്ക് ആരാ ഫുഡ് ഓർഡർ ചെയ്തത്? നിന്നെ ആരെങ്കിലും ഇവിടേക്ക് പറഞ്ഞു വിട്ടതാണോ എന്നെ കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഡ്രഗ് ഉണ്ടല്ലോ അതെടുത്തങ്ങ് കഴിക്കും. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാല് അവനൊരു ഭ്രാന്തനെ പോലെ ആയിട്ട് മാറും. എന്നിട്ട് അവൻ പതിയെ മതിലിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അവളോട് ചോദിക്കും, നിന്നെ ആരാ ഇവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ മതിലിന്റെ പറയും, ആരും എന്നെ പറഞ്ഞു വിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. അപ്പോ നോർമൻ, നീ ഒറ്റയ്ക്ക് വന്നു? എന്തിന്? നീ എന്റെ സഹോദരനെ കൊന്നു. എന്താ നിന്റെ സഹോദരന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛന്റെ പേര് അവനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് അവന് മനസ്സിലായത് അവൾ പ്രതികാരം ചെയ്യാനായിട്ട് വന്നതാണെന്ന്. അങ്ങനെ അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് മതിലയുടെ മുഖത്തേക്ക് വെച്ചിട്ട് അവളുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മുടി വളർത്തി ഒരുത്തൻ അകത്തേക്ക് കയറി വരുന്നു. എന്നിട്ടാണ് നോർമനോട് പറയുന്നത്, നോർമൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് നോർമൻ ചോദിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകളെ ഒരു ഹിറ്റ്മാൻ വന്ന് കൊന്നു. ആരാത്? പക്ഷെ അതാണ് പ്രശ്നം, അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതത്രയും പ്രോ ആയിട്ടുള്ള ഒരു ഹിറ്റ്മാൻ ആയിരുന്നു. അവൻ വരുന്നതും പോകുന്നതും ആരും അങ്ങനെ കണ്ടില്ല എന്നാണ് പറയുന്നത്. തോക്കുകൊണ്ട് അടുത്തേക്ക് വന്നാണ് ഷൂട്ട് ചെയ്തത് എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട നോർമൻ നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട്, ഓക്കെ, ഈ ഒരു പെൺകുട്ടിയെ നീ എന്തായാലും എന്റെ റൂമിലേക്ക് കൊണ്ടു നിർത്ത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അവരെ കൊന്നത് വേറെ ആരുമല്ല, നമ്മുടെ ലിയോൺ ആണ്. കാരണം മതിൽഡയ്ക്ക് വേണ്ടി. അങ്ങനെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ലിയോൺ നേരെ മുറിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ലെറ്റർ വെച്ചേക്കുന്നു. അത് വന്ന് വായിച്ചു നോക്കുമ്പോൾ അത് എഴുതിയത് മതിൽഡയാണ്. അതിൽ എഴുതിയത് എന്താണെന്നല്ലേ, എന്റെ സഹോദരനെ കൊന്ന ആ ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ചു. അവന്റെ പേര് നോർമൻ എന്നാണ്. അവൻ DEA ബിൽഡിങ്ങിലെ 4602 എന്ന റൂമിലാണ് ഉള്ളത്. അതുകൊണ്ട് എന്തായാലും നീ എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ തന്നെ ആ ഒരു കാര്യം സ്വയം ചെയ്യാൻ പോവാണ്. പിന്നെ നിനക്കായിട്ടുള്ള പണം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഐ ലവ് യു ലിയോൺ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതേസമയം ഇവിടെ മതിലിനെ കാണിക്കുമ്പോൾ അവളെ അവർ രണ്ടുപേരും പിടിച്ചു വെച്ചിട്ട് അവളുടെ ബാഗില് ഒരുപാട് തോക്കുകളുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് താഴേക്ക് വെച്ച്, അല്ല ഇതെല്ലാം നീ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നേ എന്ന് ചോദിക്കുമ്പോൾ മതിൽഡ നല്ലതുപോലെ പേടിച്ചേനിരിക്കും. ആ സമയത്താണ് പെട്ടെന്ന് റൂമിനകത്തേക്ക് ആരോ കയറി വരുന്നു. അത് വേറെ ആരുമല്ല, ലിയോൺ ആണ്. അകത്തേക്ക് കയറി വന്ന് അവൻ പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് പെട്ടെന്ന് വന്ന് നമ്മുടെ മതിൽഡ അങ്ങ് കെട്ടിപ്പിടിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ മതിൽഡ, ഞാൻ ഈ ഒരു മതിൽഡ എന്ന് പറയുന്നത് മജിൽഡ എന്നുള്ള പേരാണ് കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷെ ഞാൻ അതിങ്ങനെ പറയുന്നതേ ഉള്ളൂ എനിക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ മതിൽഡ ലിയോൺ വാങ്ങിക്കൊടുത്ത ആ ഒരു വസ്ത്രം ധരിച്ചിട്ട് ലിയോണിന്റെ അടുത്തേക്ക് വന്ന് അവനോട്, അവളൊരു വലിയ പെൺകുട്ടിയായല്ലോ, അതുകൊണ്ട് തന്നെ ഈ സെക്സിനെ പറ്റി സംസാരിക്കാണ്, ആദ്യമായിട്ട് അവൾക്കത് ചെയ്യണം എന്നുള്ള രീതിയിൽ അവനോട് പറയുമ്പോൾ ലിയോൺ പറയും, സോറി, എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല. എന്തുപറ്റി? നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതെ, ഞാൻ ഒരുപാട് കാലം മുന്നേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ അവളുടെ അച്ഛൻ ഒരിക്കലും എന്നെ കാണാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. കാരണം അവൾ ഒരു വലിയ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു. ഞാനാണെങ്കിലോ ഒരു സാധാരണ കുടുംബം. എന്നിരുന്നാലും അവളുടെ അച്ഛനില്ലാത്ത സമയങ്ങളിൽ അവൾ എന്നെ കാണാൻ വരുമായിരുന്നു. പക്ഷേ ഒരിക്കൽ അവളുടെ അച്ഛൻ അവളെ കൊന്നു. അതൻ തലയിൽ ഷൂട്ട് ചെയ്ത്. അവളുടെ മരണം അവരെ ഒരു അപകടമാക്കി തീർത്തു. അതിനുശേഷം ഞാൻ ആ ഒരു നഗരം വിട്ട് എന്റെ അച്ഛനെ അന്വേഷിച്ച് ഈ ഒരു നഗരത്തിലേക്ക് വരുമായിരുന്നു. പിന്നീട് ഒരിക്കലും എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ആശയമായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയുമ്പോൾ മതിൽഡ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നീ എന്നെ സ്നേഹിക്കണ്ട, പക്ഷെ എന്നോടൊപ്പം കട്ടിൽ വന്ന് കിടന്നൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓക്കെ അത് മാത്രം സമ്മതിച്ചിട്ട് അവൻ അവളോടൊപ്പം ആ ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം ടോണി എന്ന് പറഞ്ഞ അയാളെ കാണിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് നോർമൻ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോ വില്ലൻ വരികയാണ്. എന്താന്ന് വെച്ചാൽ ലിയോണിനെ അറിയുന്ന ഒരേ ഒരാള് ടോണി മാത്രമാണ്. അങ്ങനെ ടോണിയുടെ അടുത്തേക്ക് വന്നിട്ട്, ടോണി, എനിക്കൊരു കാര്യം അറിയണം. കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിലേക്ക് 12 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നു. എന്നിട്ട് അവൾക്ക് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് ഒരു ഹിറ്റ്മാൻ വന്ന്, അത്രയും പ്രോ ആയിട്ടുള്ള ഒരു ഹിറ്റ്മാൻ എന്റെ ആളുകളെ എല്ലാവരെയും കൊന്നിട്ട് പോയി. അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് ചോദിക്കുന്നതും ഇവിടെ കാണിക്കുമ്പോൾ ലിയോൺ അടുത്ത ദിവസം പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേൽക്കാണ്. അപ്പോൾ മതിൽഡ പറയും, പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല, ഞാൻ എന്തായാലും പോയിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്നതും ഇത്രയും നാളായിട്ട് ഇതുപോലെ കട്ടിലില് ലിയോൺ കിടന്ന് ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു സുഖമുണ്ടല്ലോ അവന് നല്ലതുപോലെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടി അവൻ ആ ഒരു കട്ടിലിങ്ങനെ കിടക്കാണ്. അപ്പോഴാണ് മതിൽഡ പറയുന്നത്, ശരി, ഞാൻ വെളിയിലേക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവള് വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ലിയോൺ പറയും, മതിൽഡ അറിയാലോ, അകത്തേക്ക് വരുമ്പോൾ ആ ഒരു സിഗ്നൽ തന്നിട്ട് മാത്രമേ അകത്തേക്ക് കയറാവൂ എന്ന് പറയുന്നതും അവള് പതിയെ സാധനം വാങ്ങിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഒരു സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അവള് തിരിച്ച് ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു വരികയാണ്. അങ്ങനെ മുകളിലേക്ക് കയറി നടന്ന് റൂമിനടുത്തേക്ക് എത്താറാവുന്നതും പെട്ടെന്ന് അവളെ രണ്ടുപേരും തട്ടിയെടുത്തോണ്ട് പോവാണ്. അത് വേറെ ആരുമല്ല, നോർമന്റെ ആളുകളാണ്. അവരെല്ലാവരും പോലീസുകാരും. എന്നിട്ട് മതിലയുടെ വായ മൂടി പിടിച്ച് അവളോട് ചോദിക്കുന്നതിന് തലയാട്ടി മാത്രം ഉത്തരം പറയാ.
റൂമിനകത്ത് അവൻ തനിച്ചാണോ? അവൾ അതേന്ന് ഇങ്ങനെ പറയും. നീ വരാൻ പോകുന്ന കാര്യം അവൻ അറിയോ? അതേന്ന് അവള് പറയും. ഓക്കെ, നിനക്ക് എന്തെങ്കിലും കോഡുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മതിൽഡ അവളുടെ കൈ വെച്ച് ഇതുപോലെ 2 തവണ തട്ടും. അത് കഴിഞ്ഞ് 1 തവണ, അത് കഴിഞ്ഞ് 2 തവണ, അത് കഴിഞ്ഞ് വീണ്ടും 2 തവണയാണ് തട്ടേണ്ടത്. പക്ഷേ മതിൽഡ 1 തവണ മാത്രം തട്ടും. എന്തിനാന്ന് വെച്ചാൽ ലിയോണിന് ആ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടി. അങ്ങനെ അവൾ ചെയ്തതുപോലെ തന്നെ ആ ഒരു സിഗ്നൽ എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ഇവരെല്ലാവരും ആ ഒരു ഡോറിനടുത്തേക്ക് വന്ന് അവൾ തട്ടിയതുപോലെ തന്നെ ഇങ്ങനെ തട്ടുകയാണ്. പക്ഷേ ഡോറ് തുറക്കുന്നില്ല. അങ്ങനെ ഇവർ ആ ഒരു ഡോറ് തുറന്ന് അകത്തേക്ക് ചെന്ന് ആ ഒരു ഡോർ അങ്ങ് അടയ്ക്കും. ഇപ്പോൾ ലിയോണിനെ അവരെവിടെയും കാണുന്നില്ല. അവൻ എവിടെയാണെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. കുറച്ച് കഴിയുമ്പോഴാണ് അതിനകത്ത് വെടിയൊച്ചകൾ കേൾക്കുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ലിയോൺ ആ ഒരു ഡോറിന് മുകളിലായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ വെച്ചാണ് എല്ലാവരെയും കൊന്ന് ആ ഒരു ഡോറും പതിയങ്ങ് അടയ്ക്കുന്നതും. ഈ ഒരു ശബ്ദം കേട്ട മതിൽഡ വിചാരിക്കും ലിയോണിനെ അവർ കൊന്നെന്ന്. അങ്ങനെ അവൾ കരയാൻ തുടങ്ങുമ്പോൾ അകത്തേക്ക് പോയ ആരും തിരിച്ചു വരുന്നില്ല. ഇത് കാരണം അടുത്തൊരു ടീമിനെയും ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നതും. ഇവരുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലിയോൺ അതേപോലെ തന്നെ എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഒരു കാര്യം നോർമനോട് വിളിച്ചു പറയുന്നത്. സാർ, അകത്തേക്ക് പോയ ആരും തിരിച്ചു വരുന്നില്ല, എല്ലാവരും മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നോർമൻ പറയും, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് കുറച്ചുകൂടി ഫോഴ്സ്, നമ്മുടെ എല്ലാ ഫോഴ്സിനും ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ്. ഇപ്പം ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ വെളിയിലായിട്ട് ഒരുപാട് പോലീസുകാർ വന്നിങ്ങനെ നിൽക്കാണ്. എല്ലാവരുടെ കയ്യിലും തോക്ക്, ആയുധങ്ങള് എല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് പോലീസുകാർ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ അടുത്ത ഒരു പോലീസുകാരൻ അകത്തേക്ക് കയറി വരും. പെട്ടെന്ന് ലിയോൺ താഴേക്ക് വീണിട്ട് അയാളെ ഷൂട്ട് ചെയ്യും. പക്ഷെ അയാളാണെങ്കിലോ തിരിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ലിയോണിന്റെ കയ്യിൽ ബുള്ളറ്റ് കൊള്ളുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ലിയോൺ പതിയെ താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ മതിലിന്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു പോലീസുകാരൻ പെട്ടെന്ന് തിരിയുന്നതും അയാളുടെ തലയിലേക്ക് തോക്കുകൊണ്ടിങ്ങനെ വെക്കും. എന്നിട്ടാണ് ലിയോൺ പറയുന്നത്, മര്യാദയ്ക്ക് ആ ഒരു പെൺകുട്ടിയെ എൻ്റെ അടുത്തേക്ക് ഇറക്കി വിട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കാര്യം ആ ഒരു പോലീസുകാരൻ ബാക്കിയുള്ളവരോടും പറയും. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അതുപോലെ തന്നെ നമ്മുടെ മതിൽഡയെ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ മതിൽഡ ഓടി വന്ന് ലിയോണിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൻ ഈ ഒരു പോലീസുകാരനെ പിടിച്ച് പതിയെ അവരുടെ റൂമിനകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് ആ ഒരു ഡോറിനടുത്തേക്ക് കൊണ്ടുവന്ന് മുകളിലേക്ക് പോയിരിക്കുന്ന ആ ഒരു ഫയർ അലാം തീ പിടിക്കുമ്പോൾ ഈ ഒരു വെള്ളം ചീറ്റുമല്ലോ, ആ ഒരു പൈപ്പ് അങ്ങ് ഷൂട്ട് ചെയ്ത് തകർത്തിട്ട് അവനകത്തേക്ക് കയറി പോകുമ്പോൾ ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും ഇവരെ ഷൂട്ട് ചെയ്യും. പക്ഷെ കൊള്ളുന്നതോ അവരുടെ കൂടെയുള്ള ആ ഒരു പോലീസുകാരനാണ്. അങ്ങനെ അകത്തേക്ക് വന്ന് മതിൽഡെ ഒരിടത്തേക്ക് ഇരുത്തിയിട്ട്, നീ ഒരിക്കലും ജനാലയുടെ അരിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് ലിയോൺ ആ ഒരു ജനാലയുടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വെളിയിൽ നിന്നും ഒരുപാട് പേര് ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുറേ നേരം ഷൂട്ട് ചെയ്യുന്നതും കുറച്ച് കഴിയുമ്പോൾ മതിൽഡെ പതിയെ ലിയോണിന്റെ അടുത്തേക്ക് വന്നിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ലിയോൺ ഒരു കാര്യം കാണുന്നത്. ഒരു എയർ ഹോൾ ഉണ്ട്. അപ്പൊ അത് തകർക്കാൻ വേണ്ടി അവൻ ആ ഒരു ഡോറിനടുത്ത് വലിയൊരു അലമാര തള്ളിയിട്ട് അത് കഴിഞ്ഞ് വലിയൊരു കോടാലി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു ചുമരി വെട്ടി പൊളിക്കുകയാണ്. അങ്ങനെ വെട്ടി 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 ആ ഒരു ഭാഗം നല്ലതുപോലെ പൊളിച്ചൊരു വലിയ ഹോൾ ഉണ്ടാക്കി മതിൽഡയെ പിടിച്ച് അതിനകത്തേക്ക് എടുത്തിട്ട്, നീ ഇപ്പോൾ ഇതുവഴി താഴേക്ക് പോ, കൂടാതെ എൻ്റെ ഈ ഒരു ചെടി നിന്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് ഇവിടുന്ന് നേരെ പോവേണ്ടത് ടോണിയുടെ അടുത്തേക്കാണ്. അവനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ അവിടേക്ക് ചെല്ലണമെന്ന് പറയുമ്പോൾ മതിൽഡ ചോദിക്കും, അല്ല നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ ഇവരെ എന്തായാലും തടയണം, അതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ മതിൽഡ ഒരുപാട് കിടന്ന് കരയും. ഇല്ല, നീ എന്നോടൊപ്പം വരണമെന്നെല്ലാം പറഞ്ഞ് നല്ലതുപോലെ കരയുമ്പോൾ ലിയോൺ പറയും, ഒരിക്കലുമില്ല, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വെളിയിലേക്ക് വരാൻ ശ്രമിക്കാം, നീ താഴേക്ക് പോ, നീ താഴേക്ക് പോകണം മതിൽഡ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ താഴേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ മതിൽഡ നേരെ അതുവഴി താഴേക്ക് പോകുമ്പോൾ ഇവർ ഇതിനകത്തേക്ക് ഒരു മിസൈൽ ഉണ്ടല്ലോ അതങ്ങ് വിട്ടുകൊടുക്കും. അങ്ങനെ അത് പൊട്ടിത്തെറിക്കുന്നതും ഈ പോലീസുകാരെല്ലാം അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് അവിടെയെല്ലാം നോക്കുമ്പോൾ അതിലൊരു പോലീസുകാരൻ മാത്രം ജീവനുള്ളതുപോലെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയും, ഏയ്, ഒരാൾക്ക് ജീവനുണ്ട്, അയാൾ എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആ ഒരാളെ വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വേറെ ആരുമല്ല, ലിയോൺ തന്നെയാണ്. അതിനകത്തുള്ള ഒരു പോലീസുകാരന്റെ വേഷം എടുത്ത് ധരിച്ചേക്കാണ്. അങ്ങനെ ലിയോണിനെ കൊണ്ട് അവർ താഴേക്ക് പോകുന്ന സമയത്ത് ലിയോൺ നോക്കുമ്പോൾ ആ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് പോലീസുകാരുണ്ട്. സത്യം പറയാലോ, ഈ ഒരു വേഷം ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ലിയോണിന് ഒരിക്കലും താഴേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവനെ എല്ലാവരും താഴേക്ക് കൊണ്ടുവന്ന് ഒരിടത്തേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ മാസ്ക് മാറ്റി അവൻ ഏത് ടീമിലുള്ളതാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ അറിയുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ലിയോൺ പറയും, ഞാൻ ഈ ഒരു മാസ്ക് ധരിച്ചോട്ടെ? അതെ, ധരിച്ചോളാൻ പറയുന്നതും അവൻ വീണ്ടും ആ ഒരു മാസ്ക് എടുത്ത് ധരിക്കുന്നു. അപ്പോഴാണ് നോർമൻ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോ വില്ലൻ ഉണ്ടല്ലോ ഈ കാര്യം കാണുന്നത്. അങ്ങനെ ലിയോൺ രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ ആ ഒരു തോക്കും കൊണ്ട് വെളിയിലേക്ക് നടന്നു വരുമ്പോൾ പുറകെ തന്നെ നോർമനും ഉണ്ട്. ഇവിടെ മതിൽഡ അവൾ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും ആ ഒരു ചെടിയും കൊണ്ട് ഇവരാരും കാണാതെ പതിയെ വെളിയിലേക്ക് അവൾ നടന്നു പോവാണ്. അപ്പൊ അവളെ ആരും കാണുന്നില്ല. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് വരാറായി. മതിൽഡ ആ ഒരു റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ലിയോൺ നടന്ന് നടന്ന് ആ ഒരു ഡോറിനടുത്ത് എത്തുമ്പോൾ നോർമൻ എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോ വില്ലന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു തോക്ക് വെച്ച് നമ്മുടെ ലിയോണിനെ ഷൂട്ട് ചെയ്യുന്നു.
അങ്ങനെ ലിയോൺ പതിയെ താഴേക്ക് വന്ന് വീഴുന്നതും ഇപ്പൊ നോർമൻ അവന്റെ മുകളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവൻ എന്തോ ഒരു വലിയ കാര്യം സാധിച്ചതുപോലെയാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ അറിയത്തില്ല അവന്റെ അവസാന നിമിഷമാണിതെന്ന്. ഇപ്പോൾ ലിയോൺ പതിയെ അവന്റെ കൈ പിടിച്ചിട്ട് നോർമന്റെ കൈയിലേക്ക് എന്തോ ഒരു കാര്യം കൊടുക്കും. എന്നിട്ട് ലിയോൺ പറയും, ഇതാർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്നറിയോ? മതിൽഡയ്ക്ക് വേണ്ടി, അവളുടെ സഹോദരന് വേണ്ടി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ലിയോൺ അവിടെ വെച്ച് മരിക്കുന്നതും ഇപ്പോൾ നോർമൻ ആ ഒരു കൈ തുറന്ന് നോക്കുമ്പോൾ അതാ ഒരു ബോംബിന്റെ ലോക്കായിരുന്നു. ഓ എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് നോർമൻ എന്ന് പറഞ്ഞ ആ ഒരു വില്ലനും കുറെ പോലീസുകാരും മരണപ്പെടും. അപ്പോൾ എന്തായാലും അവരിനി മതിൽഡയുടെ പുറകില് അവളെ അന്വേഷിച്ച് പോകത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് മതിൽഡ നേരെ പോകുന്നത് ടോണിയുടെ അടുത്തേക്കാണ്, ലിയോണിന്റെ ആ ഒരു പണം ചോദിക്കാൻ വേണ്ടി. അപ്പോ ടോണി പറയും, ശരി, നീ പ്രായപൂർത്തിയാകുന്നത് വരെ നിനക്ക് ആ ഒരു പണം ഞാൻ തരത്തില്ല, അതെന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നീ വന്ന് വാങ്ങിക്കോ. ഇപ്പോൾ നിനക്ക് ആവശ്യമായിട്ട് ദേ ഇത്ര പണം മാത്രം തരാന്ന് പറയുമ്പോൾ മതിൽഡ പറയും, ഇല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാം. എന്ത് ജോലി? ക്ലീനിങ് എന്ന് പറയുമ്പോൾ, ഹേയ്, അതിന് നിനക്ക് പറ്റിയ പ്രായമല്ലേ ഇത്? മനസ്സിലാക്ക്, ലിയോൺ മരിച്ചു, ആ ഒരു കാര്യം നീ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അവള് വിഷമിച്ചിങ്ങനെ കരയാണ്. അപ്പോൾ ടോണി പറയും, നിനക്ക് മാത്രമല്ല വിഷമം, അവൻ പോയതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഈ ഒരു ജോലി ഒരിക്കലും നീ ചെയ്യണ്ട. എന്നിട്ട് ഞാൻ തരുന്ന ഈ ഒരു പണവും വാങ്ങി എത്രയും പെടുന്ന ഇവിടെ നിന്ന് പോ എന്ന് പറയുന്നതും മതിൽഡ ആ ഒരു പണവും വാങ്ങി അവിടെ നിന്ന് നടന്നിങ്ങനെ പോവാണ്. ഇപ്പോൾ ലിയോണിന്റെ കയ്യിലുള്ള ആ ഒരു ചെടി മാത്രം അവളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവൾ അവസാനം എത്തുന്നത് സ്റ്റാർട്ടിങ്ങിൽ അവളെ ഒരു ടീച്ചർ വിളിക്കുമല്ലോ, അവൾ സ്കൂളിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ആ ഒരു സ്കൂളിലേക്കാണ്. വേറെ ഒന്നല്ല, ഈ ഒരു കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവിടുന്ന ഒരു സ്ഥലമാണിത്. അവിടെയാണ് ആദ്യം മതിൽഡയെ അവളുടെ മാതാപിതാക്കളെ കൊണ്ട് ചേർത്തത്. ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വന്ന് മതിൽഡ അവരോട് പറയും, എന്റെ മാതാപിതാക്കൾ മരിച്ചു, അതൊരു വലിയ കാര്യമായിരുന്നു, എനിക്ക് പോകാനായിട്ട് വേറെ ഇടമില്ല, ഞാനിനി ഇവിടെ നിന്നോളാന്ന് പറയുമ്പോൾ ആ ടീച്ചർ പറയും, മതിൽഡ, കഴിഞ്ഞ തവണ നീ മരിച്ചെന്ന് എന്നോട് കള്ളം പറഞ്ഞു, അതേപോലെ ഇനിയും ഇത്തരം കള്ളങ്ങൾ പറയാണ്ട് കഴിയത്തില്ല. എന്താണ് സത്യം? എല്ലാ കാര്യങ്ങളും എന്നോട് പറയാൻ പറയുമ്പോൾ മതിൽഡ നടന്ന കാര്യങ്ങളെല്ലാം പറയും. എന്റെ അച്ഛൻ ഒരു ഡ്രഗ് ഡീലറായിരുന്നു, അദ്ദേഹം ഒരു ഡ്രഗ് ഒളിപ്പിച്ചു വെച്ചത് കാരണം ആ ഡീലർമാരി എന്റെ ഫാമിലിയെ മൊത്തമായിട്ട് കൊന്നു. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഹിറ്റ്മാന്റെ അടുത്തേക്ക് ചെന്നു. അയാളോടൊപ്പം ചേർന്ന് എന്റെ കുടുംബത്തെ കൊന്ന ആ ഒരാളെ ഞാൻ കൊല്ലുകയും ചെയ്തു. അതും കൂടാതെ അവര് ലിയോൺ എന്ന് പറഞ്ഞ ആ ഒരു ഹിറ്റ്മാനെ കൊല്ലുകയും ചെയ്തു. ഇപ്പൊ ഞാൻ തനിച്ചാണ്, ഇതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു ടീച്ചർ മതിൽഡയെ അവിടെ നിർത്താനായിട്ട് സമ്മതിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് മതിൽഡ നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ പടിക്കെട്ടിലായിട്ട് ഒരുപാട് കുട്ടികൾ ഇരിപ്പുണ്ട്. അവരുടെ മുന്നിലൂടെ അവൾ ആ ഒരു ചെടിയും എടുത്ത് ആ ഗ്രൗണ്ടിന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ലിയോണിന്റെ സുഹൃത്തായിട്ടുള്ള ആ ഒരു ചെടിയെ അവൾ ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്നു. കാരണം ആ ഒരു ചെടിയെ അവളിപ്പോ സ്വതന്ത്രനാക്കി വിട്ടു. അങ്ങനെ മതിൽഡയുടെ ബാക്കി ജീവിതം ഇനി ഇവിടെ ആയിരിക്കും എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി, ലിയോൺ ദ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.